സാമൂഹ്യ സേവന രംഗത്ത് സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും അതുപോലെ തന്നെ കേരളത്തിലും. അതേക്കുറിച്ചൊന്ന് പറയാമോ സാർ? നമസ്തേ. തീർച്ചയായും ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനായി ആഗ്രഹിച്ചു വന്നതൊന്നുമില്ല. പക്ഷെ എൻ്റെ മേഖല സാമൂഹ്യ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തുകയും അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനമാകുകയും ചെയ്തതാണ്. തമാശയ്ക്കൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു സുന്ദരിയായ രാജകുമാരിയെ വേൾക്കാൻ വേണ്ടി രാജാവ് ഒരു പണി വെപ്പില്ല. പണ്ട് പരീക്ഷണങ്ങളാണല്ലോ. ഒരു കുളത്തിനകത്ത് നിറച്ചും മുതലയിട്ടിട്ട് അച്ഛനും രാജകുമാരിയോട് ഒരു കരയ്ക്ക് നിന്നിട്ട് അപ്പുറത്തുനിന്ന് നീന്തി കയറി വരുന്നവനാരും അവന് മകളെ കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. പാതിരാജ്യവും. അപ്പൊ അങ്ങനെ നീന്തി കയറിയ ഒരുത്തനാണ് ഞാൻ. പക്ഷെ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്ന രാജാവിനോട് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. അതിങ്ങനെ കേട്ടിട്ടുണ്ടോന്നറിയില്ല. എന്നെ ആരെ തള്ളിയിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ കാൽക്കുലേറ്റഡ് ആയിട്ട് വന്നതൊന്നുമില്ല. പിന്നെ എല്ലാവരുടെയും പോലെ തന്നെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ചെറുപ്പത്തിൽ എന്തൊക്കെ ആവണം, ഇന്നതാവണമെന്നില്ല, എന്തൊക്കെ ആവണം, മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം വേണമെന്നൊക്കെ. പിന്നെ വേറിട്ട് ചിന്തിക്കുന്നത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഉദാഹരണം, എനിക്ക് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ കൈ സ്പ്രെഡ് കഴിഞ്ഞാൽ 150 ഡിഗ്രിയാണ്. എല്ലാവരും ഈ 150 ഡിഗ്രിയിലാണ് ഉള്ളത്. ഞാൻ ഈ പുറകിലത്തെ 150 ഡിഗ്രി ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അവിടെ അധികം ആളില്ല, ഇത്രയും തള്ളിക്കയറ്റമില്ല. അപ്പോൾ സാധാരണ മറ്റുള്ളവർ കാണുന്ന VVIPകളെ ഒന്നും ഞാൻ പോയി കാണാനോ ആരാധിക്കാനോ കുമ്പിടാനോ ഒന്നും പോകാറില്ല. അപ്പോൾ സിനിമാ നടനായാലും രാഷ്ട്രീയക്കാരനായാലും കാര്യം ഇഫ് ഐ ആം നോട്ട് ദി കിങ് അറ്റ്ലീസ്റ്റ് ഐ നെവർ ബോദർ ഹു ഈസ് ദി കിങ്. ആ ഒരു പോളിസി എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി കൊണ്ടുവന്നപ്പോൾ 80s അതിൽ ഇവിടെ 3 കമ്പനികളുണ്ടായിരുന്നു. അതിലൊന്നാണ് തമ്പീസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്. അങ്ങനെയാണ് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ 2ാം പ്രവേശനം വന്നത് 90-ൽ. അപ്പം ഈ മൊബൈൽ ഫോണൊക്കെ ആദ്യം വന്നപ്പോൾ നമ്മൾ പിന്നെ അതിൽ ആദ്യം കമ്പ്യൂട്ടറൊക്കെ നശിപ്പിച്ച കൂട്ടത്തിൽ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ പുരോഗമനവാദികളല്ലാത്തവർ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഘടകം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു 90-കളിലാണ് ഗൾഫിൽ പോയത്. അത് ഈ പറഞ്ഞ സ്വപ്നം എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയതാണ്. നമ്മുടെ ഇലക്ട്രോണിക് റിപ്പയർ ഒരു പ്രാഗൽഭ്യമുള്ള ആയതുകൊണ്ട് അവിടുത്തെ രാജാവിൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന രാജാവിൻ്റെ അങ്കിള് പാർട്ണറായിട്ടുള്ള ഒരു 3000 രൂപക്കാരനൊരു ബാങ്കോ സതീഷ്, അദ്ദേഹം ഒരു സാധനം ഇവിടെ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്നത്. എല്ലാവരും കൈ കഴിഞ്ഞത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹം അതിന് താല്പര്യം തോന്നിയിട്ട് അങ്ങനെ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോയതാണ്. ഞാനീ പറഞ്ഞ ബിസിനസ് ക്ലാസ്സിലാണ് അവിടെ ചെന്നിറങ്ങിയത്. അവിടെ ഈ ബഹ്റിൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. 450 സ്ക്വയർ കിലോമീറ്റർ ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ തൊട്ടുകൂട്ടിയത് 40 മിനിറ്റ് മതി ഇങ്ങേറ്റത്ത് അങ്ങേറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ട കൊണ്ടുപോയത്. പക്ഷെ അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് അവിടെ സ്കോപ്പ് ചെയ്യാൻ കണ്ടില്ല. അപ്പോൾ ഈ കൊണ്ടുപോയ സ്പോൺസറായിട്ടുള്ള സംസാരത്തിൽ ഞാൻ പറഞ്ഞു ഇതിനുള്ള സ്കോപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ചിരിച്ചുപോയി. കാര്യം ഗൾഫിൽ ചെല്ലുന്നവരെല്ലാം അത് ചെയ്യാം ഇത് ചെയ്യാം മലമറിക്കാൻ കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ പറ്റില്ല എന്നൊരാൾ പറയുന്നത് ആദ്യമായിട്ടാണ് അവർ മനസ്സിലായത്. പക്ഷെ എന്നാലും ചെന്ന സ്ഥിതിക്ക് അവിടെ എനിക്ക് വിസ ഉണ്ടായിരുന്നു, നിൽക്കാൻ പറ്റുമായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ ഇല്ലാത്തത് എന്നാൽ നമ്മുടെ രക്തത്തിലുള്ളതായ ആയുർവേദം എന്തുകൊണ്ട് ചെയ്തുവിടാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ ആയുർവേദം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെയാണ് ഈ തമ്പിയുടെ കൂടെ തമ്പി നാഗാർജുന വരാൻ കാരണം. അപ്പോൾ ഞാൻ കോട്ടക്കലിന് വേണ്ടിയാണ് ആദ്യം ട്രൈ ചെയ്തത്. അപ്പോൾ അതൊരു സർക്കാർ സ്ഥാപനമായിട്ട് അതിൻ്റെ സമയം എടുത്തു. അങ്ങനെ ഞാൻ 2ാമത് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ നാഗാർജുനയുടെ ഒരു മാനേജറുണ്ട്, മിസ്റ്റർ പിള്ള. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അന്ന് എനിക്ക് തമ്പീസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡോടുണ്ട്, വയനാട്ടിലാണ് എൻ്റെ ഓഫീസ്. അങ്ങനെയാണ് ഞാൻ തമ്പി നാഗാർജുന എന്നുള്ള ബ്രാൻഡിൽ തന്നെ ഇവിടെ ഞാൻ ബ്രാൻഡ് ചെയ്ത് പ്രോഡക്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പം ഗൾഫ് മേഖലയിൽ ആദ്യമായിട്ട് ആയുർവേദം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു നിയോഗം ഉണ്ടായി. 10-68 സ്റ്റാഫ് വരെ അങ്ങനെ 10-14 കൊല്ലം നടത്തിക്കൊണ്ടിരുന്നപ്പം യാതൊരുച്ച ഈ പ്രാഞ്ചിയേട്ടൻ്റെ സ്വഭാവമുള്ള എനിക്ക് സാമൂഹ്യ പ്രവർത്തനത്തിൽ താല്പര്യം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നൊക്കെ കാണിക്കാനൊക്കെ ചെയ്തിരുന്ന അവസരത്തിൽ ഒരു ചാവക്കാടുകാരൻ ഒരു മലയാളി പയ്യനെ ഒരു അറബി വണ്ടി, അർബാവ് എന്ന് പറയുന്ന ദൈവം എന്നാണ്, അർബാവിൻ്റെ വണ്ടി ഓടിച്ചിട്ട് ഇടിച്ച് ചാവാനിടയായി. അപ്പോൾ അത് ആ സംഭവത്തിൽ ഞാൻ അറിയാതെ ചെന്ന് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, ഒരു നിയോഗം പോലെ. അതിൽ പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സത്യം അവൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് ഈ മൊത്തത്തിൽ ഇതിൻ്റെ കളറ് മാറിപ്പോയി. അപ്പോൾ രാത്രിക്ക് രാമാനം എല്ലാവരും എന്നെ കൈവഴിഞ്ഞു.
എംബസി ഉൾപ്പെടെ. അതുവരെ ഉണ്ടായിരുന്ന ഒരു അംഗീകാരം അവിടെ നഷ്ടപ്പെടുകയും ഇവരാരും തന്നെ കണ്ടറിയാത്ത സ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു. അതെന്നെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. അങ്ങനെ എൻ്റെ ഉറക്കം പോലും കിട്ടുപോയി. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എംബസിക്ക് പോലും പ്രത്യേകിച്ച് ഒരു രാജ്യത്തൊന്നും ചെയ്യാനില്ല, അതൊരു ഡിപ്ലോമസി മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളെല്ലാം ഭയങ്കര പ്രതീക്ഷയാണ് എംബസിയിൽ അത് ചെയ്യും, എംബസിയെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അന്ന് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. അതായത് നമ്മുടെ സ്വീകരണ മുറിയിൽ വന്നിരിക്കുന്ന ഒരു അതിഥിയുടെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ഏത് രാജ്യത്തുമുള്ള ഒരു എംബസിക്ക്. പക്ഷെ നമ്മളെപ്പോഴും എംബസിയെ കുറ്റപ്പെടുത്താറുണ്ട്. അതായത് എംബസിക്ക് എൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിങ്ങൾക്ക് എന്ത് സ്വീകാര്യതയുണ്ടോ അതേ ഉള്ളൂ അന്യരാജ്യത്തെ ഒരു എംബസി. പിന്നെ കഷ്ടിച്ച് അവരിരിക്കുന്ന സ്ഥലത്ത് ആ എംബസിക്ക് അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതേ രാജ്യത്തിന്റെ മണ്ണായിട്ട് കണ്ടിട്ട് അവിടെ വന്ന് അറസ്റ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതും പരിമിതമായ കാര്യങ്ങൾ. നമ്മളിപ്പം അവരുമായിട്ട് ട്രീറ്റീസ് ഉണ്ടെങ്കിൽ ഇതൊന്നും ബാധകമല്ല. അപ്പൊ അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ പുറത്താക്കപ്പെട്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സത്യത്തിന് വേണ്ടി നിന്നിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ കൂടെ വന്നത് എനിക്ക് എൻ്റെ ബിസിനസ്സിലുള്ള ശ്രദ്ധ പോവുകയും ഇതിനെ എങ്ങനെ നേരിടാമെന്ന് അന്വേഷിച്ചപ്പോഴാണ് 2004 മുതൽ ഗൾഫിൽ ട്രേഡ് യൂണിയൻ നിയമം ഉണ്ടെന്നും എന്നാൽ അതെടുത്ത് ഉപയോഗിക്കാനുള്ള ധൈര്യം ഒരു പ്രവാസികൾക്കും ഇല്ല. അതിന് മൈഗ്രേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദേശി എന്നാണ് സാധാരണ നമ്മളെ വിളിക്കുന്നത്. പരന്ത്യാസ് എന്നൊക്കെ നിങ്ങൾ കേട്ടാണ്. കൊറന്ത്യാസും പരന്ത്യാസും ഒക്കെ ബൈബിളിലുണ്ടല്ലോ. അതൊക്കെ ഈ പരന്ത്യാസ് എന്ന് പറയുന്ന പരദേശികളാണ്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് നമ്മൾ അവന്റെ വിധേയത്വ അടിമ തൊഴിലാളി, അടിമ എന്നുള്ള പേര് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അടിമയുടെ സ്ഥാനമുള്ള ഒരു മൈഗ്രന്റ്. പക്ഷെ നമ്മൾ ധരിക്കുന്നത് അവിടെ ചെന്നിട്ട് 10 കാശുകളൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളില്ലെങ്കിൽ അവൻ ജീവിക്കില്ല, അല്ലെങ്കിൽ അവൻ ജീവിക്കില്ല എന്നാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. കാര്യം ഈ നാണയത്തിന്റെ വ്യത്യാസമുണ്ട്. സത്യത്തില് പ്രവാസികളാരും അവിടെ ജീവിക്കുന്നുണ്ടോ സംശയമാണ്. കാര്യം ഒരു ദിനാർ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലായിട്ട് 200 രൂപ വരും. അപ്പൊ ഒരു ദിനാർ എടുത്ത് നമ്മളൊരു ചായ കുടിക്കാൻ നേരത്തെ ചായ എടുക്കുമ്പോൾ ഒരു ദിനാർ എന്നാലോചിക്കും. ഇവിടെ കിട്ടുന്ന 10 രൂപയുടെ ചായ ആലോചിച്ചിട്ട് മിക്കവാറും ആ ഒരു ദിനാറിലേക്ക് നമ്മൾ പോകും. എന്നുവെച്ചാൽ നല്ല ആഹാരങ്ങൾ കഴിക്കുകയോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയോ ഒന്നും സാധാരണ പ്രവാസിക്ക് പ്രാപ്യമായിരിക്കില്ല. കാര്യം അവന്റെ സ്വന്തം ആ മുണ്ട് മുറുക്കി കൊടുത്ത് കുപ്പൂസും തൈരും കൊടുത്ത് എല്ലാവരും അങ്ങനെ ആണെന്നല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം സുഖിച്ചൊക്കെ ജീവിച്ചാണ്. ഞാനൊരു ആവറേജ് പ്രവാസിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുള്ള അല്ലാണ്ട് 90% പ്രവാസികളും ജീവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇതിന്റെ പരിമിതികളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ട്രേഡ് യൂണിയനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. പക്ഷെ ഞാൻ അന്ന് ഒരു മുതലാളിയുടെ വേഷം കിട്ടിയിരുന്ന കാരണം ഓർഗനൈസേഷൻ എന്താണെന്നും അങ്ങനെ ഞാൻ ഇന്റർനാഷണൽ ഇമ്മ്യൂൺ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ കൈ ചൂണ്ടി ചെല്ലുമ്പോൾ അവസാനം സൃഷ്ടികർത്താവിന്റെ മുന്നിലേക്ക് തന്നെ ആണ് ചെല്ലുന്നത്. അതായത് യേശുക്രിസ്തു പണ്ട് പള്ളിയിൽ വേശ്യാലയം നടത്തിയ കച്ചവടക്കാരെ ചമ്മട്ടിക്ക് അടിച്ചപ്പോൾ അന്ന് കച്ചവടക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, എടാ യേശു നിനക്ക് ഞങ്ങൾ ഇതിന് പകരം തരുമെന്ന്. ആ കച്ചവടക്കാരൻ്റെ പ്രതിനിധികളാണ് ഈ പിലാത്തോസ് കൈകഴിയ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് യേശുവിനെ ക്രൂശി തറയ്ക്കുക, ബറാബാസിനെ വെറുതെ വിടുക എന്ന് പറഞ്ഞത്. അപ്പൊ ആ ജനം ഏറ്റുപാടി. ആ സംശയവും ആ ജനതയും ഇന്നും നിരപരാധികളായ ജനങ്ങൾ നിലനിൽക്കുന്നത്. അതായത് മാസി സാസ് പുതിയനം കരുതുക എന്നുള്ള ആപ്തവാക്യം അന്നും ഇന്നും പ്രവചനത്തിലാണ്. അപ്പം ഏതെങ്കിലും ഒരുത്തൻ ശക്തനായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ അടിച്ച് താഴെയിടുക, അവനെ ചതിയപ്പെടുത്തുക, സത്യസന്ധതയ്ക്ക് ഇവിടെ വിലയില്ലാതാക്കുക എന്നുള്ളതിൽ കൂടെ അവർ ചെയ്തു വന്നപ്പോൾ ഈ 2018 ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പോസ്റ്റ് എടുത്തിട്ട് ആ പോസ്റ്റ് ഞാൻ മതനിന്ദ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കേസ് കൊടുത്തു. അപ്പോൾ അന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ പുലിയായിട്ട് പോയിരുന്ന ഞാൻ ആ കയറിയുടെ ഓർമ്മയുള്ളൂ. പിന്നെ അവരെന്നെ പുറത്തു വിട്ടില്ല. അങ്ങനെ 108 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അവിടെ ഇട്ട് അവരെന്നെ വധിക്കാനൊക്കെ ശ്രമിച്ചു. അതൊക്കെ വലിയൊരു കഥയാണ്, അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ഇതിനകത്തൊക്കെ എന്തോ ഒരു ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടെന്ന് ഞാൻ അന്ന് ഇന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇവരെന്നെ കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ട്രേഡ് യൂണിയൻ വഴി ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുള്ള കണ്ടമാന ആളുകൾ, കുറേ ആളുകൾ ജയിലിനകത്ത് വരികയും ബംഗ്ലാദേശികൾ ഇവർ വിവരം അറിഞ്ഞുകൊണ്ട് എനിക്ക് ചുറ്റും കാവൽ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ കൊറോണ എന്ന ദൈവം വന്ന കാരണം ജയിൽ കാര്യമാക്കുന്ന കൂട്ടത്തിൽ ഞാനും ഇവിടെ എത്തി. അങ്ങനെയാണ് 2019 ഞാനിവിടെ എത്തിയത്.
പിന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ പറ്റിയത് നമ്മുടെ കുടുംബത്തിൽ അന്ന് എൻ്റെ മക്കളും ഭാര്യയെല്ലാം ദുബായിലുണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ കൊന്നുകളയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭീഷണിപ്പെടുത്തി 5 ലക്ഷം പേരോളം ഞാൻ ഇസ്ലാമിനെതിരാന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതോടുകൂടി ഭാര്യയും മക്കളും ഒരു പക്ഷത്തെ, അവരെ ഞാൻ തെറ്റു പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കാറുണ്ട്, ഗൾഫിൽ പോയി കോടീശ്വരന്മാരായവരെ കാണാറുണ്ട്, പക്ഷേ കോടീശ്വരനായിട്ട് അവിടെ പോയിട്ട് തെണ്ടിയായിട്ട് തിരിച്ചു വരുന്നവർ അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമെന്ന് പറയുന്ന കണക്ക്. അപ്പോൾ അവരെ എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല, എല്ലാവരും അവരവരുടെ രീതി കൂടെ കറക്റ്റാണ്. പക്ഷേ എൻ്റെ ചാരിതാർത്ഥ്യം ലോകത്തിൻ്റെ സത്യം കാണണമെങ്കിൽ ജയിലിൽ പോകണം. അപ്പം അങ്ങനെ ജയിൽ ജീവിതത്തിൽ കൂടെ എനിക്ക് കുറേ പാഠങ്ങൾ കിട്ടുകയും, അപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആപ്തവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ILO എന്ന് പറയുന്ന അന്താരാഷ്ട്ര തൊഴിലാളി ഓർഗനൈസേഷനാണ്. അതിന് 3 താക്കോലുകളാണ് അതിൻ്റെ മെയിൻ ഓഫീസിന് സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ. ആ 3 താക്കോല് പ്രതിനിധീകരിക്കുന്നത്, ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് ഒരു പക്ഷി അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ മേയറാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ചേംബർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വർഗം, അതായത് ആ പക്ഷിയുടെ ഒരു ചിറകാണ്. മൂന്നാമത്തെ താക്കോൽ എന്ന് പറഞ്ഞാൽ ലേബർ ഓർഗനൈസേഷൻ, അതായത് പക്ഷിയുടെ മറ്റേ ചിറക്. അപ്പോൾ ഈ 2 ചിറകുകൾ ഒപ്പം നിന്നാൽ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് വരുമെന്നൊക്കെയാണ് തത്വസംഹിതയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ലോകമെമ്പാടും ചേംബർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ മുതലാളിമാർക്കുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സുതാര്യതയൊന്നും തൊഴിലാളികൾക്ക് വേണ്ടി കാണിക്കാറില്ല. തൊഴിലാളിക്ക് അന്ന് ഇന്നും കോരന്ന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി അന്താരാഷ്ട്ര തലത്തിൽ. അത് ഇന്ത്യയും ഒന്നും മാറ്റം ഒന്നും പറയാനില്ല. അപ്പം മൈഗ്രൻസ് എന്ന് പറയുന്നത് എന്നും മറ്റുള്ളവർക്ക് തീറ്റയാവുന്ന ചാകര കോരുന്ന ചാള പോലാണ്. പ്രവാസികളുടെ ജീവിതം എന്നും കണ്ണീരും കയ്യുമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ കുറേ ആളുകളെ എന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതിനെ തുടർന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ ഇവിടെ കൊറോണയുടെ കോലാഹലങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് വാക്സിൻ എടുത്തതായിട്ടും മാസ്ക് വെക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ജയിൽ നിഷേധികളായിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് പ്രാവർത്തികമായിട്ട് വന്നില്ല. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയപ്പം എന്നെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ അറിഞ്ഞ പോലും ഇല്ല. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പുസ്തകത്തിലെ പശു ആണെന്ന് പിന്നെ മനസ്സിലായി. കാര്യം അന്ന് ഈ വാക്സിൻ ഭയങ്കര വിലയായി ഇറങ്ങിയ ദിവസങ്ങളിൽ. ജനുവരി അപ്പം ഞാൻ അവിടുന്ന് ജൂണിലാണ് വന്നത്. അന്ന് വേണ്ട $50-100 ഒരു വാക്സിൻ. അപ്പോൾ ഇതൊന്നും ജയിൽ പുള്ളികൾക്ക് ആവശ്യമില്ല. പക്ഷെ അവർ എഴുതി ഈസ് വാക്സിനേറ്റഡ്, ഈസ് ക്വാറന്റൈൻ എന്നൊക്കെ എഴുതി. അപ്പോൾ പേപ്പറിൽ നമ്മൾ ശരിയാക്കിയാണ് ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ കുറേ ബുദ്ധിജീവികൾ ഈ വാക്സിൻ കള്ളത്തരമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജേക്കബ് വടക്കാഞ്ചേരി തുടങ്ങിയ ആളുകൾ. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞു, അഡ്വക്കേറ്റ് പൗരൻ സ്റ്റേഡിയത്തിൽ നിന്നും നമ്മളൊരു ജാഥ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചു, ഞാൻ ആ ജാഥയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ജോഷുവ എന്ന് പറഞ്ഞൊരു കോട്ടയത്തുകാരനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മാസ്ക് വെച്ചുകൊണ്ട് എന്തിനാണ് ജാഥ നടന്നത്? നിയമനിഷേധമാണ്. ശരിക്കും ഒരു നിയമത്തിനെ നമ്മൾ നിഷേധിച്ചാൽ മാത്രമേ ആ നിയമം തെറ്റാണെന്ന് അധികാരികളെ ധരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ മറുപടി, മാസ്ക് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് ആനപ്പുറത്തിരിക്കുകയും വേണം, അങ്ങാടിയോട് പോവുകയും വേണം, ആരോട്ട് കാണുകയും ചെയ്യുന്നുള്ള തന്ത്രത്തിനോട് എനിക്ക് താല്പര്യമില്ല. മാസ്ക് വെക്കാതെ ആ സമരത്തിൽ പങ്കെടുക്കാൻ ഞാൻ വരാൻ തയ്യാറാണ്, നിങ്ങൾ എൻ്റെ പ്രൊട്ടക്ഷൻ തരാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പം അവരെല്ലാം കൈകഴുകി. പക്ഷെ അതിനെ തുടർന്ന് കാസർഗോഡ് എന്നുള്ളൊരു ജാഥയിൽ ഞാൻ വീണ്ടും പങ്കെടുത്തു. ആ ജാഥ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഞാൻ നയിക്കാനിടയായി. ഇടുക്കിയിൽ വെച്ച് എൻ്റെ പുറത്ത് 5 കേസുകൾ, എൻ്റെയും കൂട്ടരുടെ പുറത്ത് 5ഓളം കേസുകൾ എടുത്ത്. അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഒരു അഷ്റഫാണെന്ന് എൻ്റെ കൂടെ ഉണ്ട്. അവരെ വിളിച്ചിട്ടാണ് ഞാൻ ഇടുക്കിക്ക് പോയത്. ആ കേസുകളെല്ലാം ഞാൻ നിയമനിഷേധം നടത്തി, മാസ്ക് വെച്ചില്ല, വാക്സിനെതിരെ പ്രസംഗിച്ചെന്നുള്ളതാണ്. 4 സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചുള്ളൂ. 5ാമത്തെ സ്ഥലത്തിൽ ഇവർ അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് പറഞ്ഞത് കാരണം നമ്മൾ അവിടെ പോയില്ല. പക്ഷെ 5 സ്ഥലത്ത് എനിക്കെതിരെ കേസ് വന്നു. അപ്പോൾ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കപ്പെടാൻ അറിയുന്നത് ഇവിടെ വക്കീലന്മാരെന്നുള്ളൊരു വലിയ ലോബി, ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. അപ്പോൾ ഒരു കേസിന് 10,000 രൂപ വെച്ച് 5 സ്ഥലത്ത് 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ? അത് കഴിഞ്ഞിട്ട് ഞാൻ കേസ് അംഗീകരിച്ചിട്ട് അവർ പറഞ്ഞ് പിഴയടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് തയ്യാറില്ല എന്ന് പറഞ്ഞു. പുറത്താക്കിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം 10,000 രൂപ തരും, പിന്നെ ഓരോ പ്രാവശ്യം അപ്പീൽ ചെയ്യുന്നതിന് വക്കീലിന് കാശ് കൊടുക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ചിലവാകുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നിയമത്തിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിക്കും. എന്തായാലും അത്യാവശ്യം നിയമബോധം എനിക്ക് അന്താരാഷ്ട്ര ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ പ്രതിദാനം ചെയ്തിട്ട് MFA എന്നുള്ള സംഘടന വഴി
തായ്ലാൻഡ്, പിന്നെ മൊറോക്കോ, ഇവിടെയൊക്കെ ഈ ലേബേഴ്സിനെ കുറിച്ച് പഠിക്കാനൊക്കെ പോയത് കാരണം ഡീപ്പിലായിട്ട് എന്താണ് ലേബർ എന്നൊക്കെ, അപ്പം മുതലാളിയുടെ സ്വഭാവത്തിൽ നിന്നും തൊഴിലാളി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് പഠിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ആ നിലവാരം വെച്ചുകൊണ്ട് ഞാനിവിടെ നിയമം പഠിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ നിയമത്തിലും ഈ പറയുന്നത് മനുഷ്യൻ്റെ എപ്പോഴും ലക്ക് ഒരു ഫാക്ടറാണ്. എനിക്ക് ആഫ്രിക്കയിൽ ഗിനി ബിസാവോ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കശുവണ്ടി വരികയും ഇവിടുത്തെ കുറേ മന്ത്രിമാർ രാജ്യമൊക്കെയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഗിനി ബിസാവോയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ അവിടുത്തെ ബിസിനസ് അഡ്വൈസറായിട്ട് പോസ്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് എക്സ്പയറി ആയിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തു. അപ്പോഴാണ് എനിക്ക് അടുത്ത കടമ്പ് കിട്ടിയത്. ഇപ്പോൾ എന്നെ എൻക്വയറിക്ക് വന്ന പോലീസുകാരൻ ചോദിച്ച് കേസുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കേസൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ ഇടുക്കി പോയി ഇങ്ങനെ ഒരു സമരം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോയിട്ട് കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്കെതിരെ കേസുണ്ട്, അതുകൊണ്ട് പാസ്പോർട്ട് തരാൻ പറ്റുമോ. പിന്നെ അതൊരു യുദ്ധമായി. അപ്പോൾ ആ യുദ്ധം തുടർന്ന് പാസ്പോർട്ട് ഓഫീസിലൊക്കെ ചെന്നപ്പോൾ മനസ്സിലായി ഇവിടെ മൊത്തത്തിൽ ഇവരെല്ലാം നമ്മളെ അടിമകളായിട്ടാണ് കാണുന്നത്. ജനാധിപത്യം ഇവിടെ ഇല്ല. ഈ നേരത്തെ അവിടെ പറഞ്ഞ നിയമം പോലെ അയ്യല്ലോടെ നിയമം പോലെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അനുസരിച്ച് ആർട്ടിക്കിൾ 39B(c) അനുസരിച്ച് എല്ലാ സ്വത്തും തുല്യമായിട്ട് പങ്കിടണമെന്നാണ്. ഇവിടെ ഒരു അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ ഒരു റിലയൻസോ ഉണ്ടാവില്ല. അപ്പോൾ 77 കൊല്ലമായിട്ട് ഇവരാരും നിയമത്തിനെ നോക്കൂത്തിയാക്കിയതേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കിയപ്പോൾ ആർട്ടിക്കിൾ 47 എന്നൊരു ആർട്ടിക്കിളുണ്ട്. അതെന്താണെന്ന് വെച്ചപ്പോൾ ആരോഗ്യ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ ആരോഗ്യത്തിൽ നമുക്ക് നറിഷ്മെൻറ്റ് തരേണ്ടതും മദ്യം ഒരു കാരണവശാലും സർക്കാർ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹൈക്കോടതി ബെഞ്ചും ഹൈക്കോർട്ട് ചെയറും ഉണ്ടാക്കി വെച്ചിട്ട് നിയമലംഘനമാണ് ഇവർ നടന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്കൊക്കെ സത്യത്തിൽ എൻ്റെ വാ വന്നു. പക്ഷെ ജനങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് ബോധമില്ല എന്ന് മനസ്സിലായി. പാവങ്ങളാണ് അവർ. വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തി. അപ്പോൾ ഈ കടമ്പ കിടക്കണമെങ്കിൽ ഈ കേസ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയിട്ട് ഈ 5 കോടതിയിലും ഞാൻ തന്നെ വാദിച്ചു. 800 രൂപ വെച്ച് ഞങ്ങൾ 5 പേർക്ക് 840 4000 രൂപ വെച്ച് അടച്ച് ആ കേസ് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് പാസ്പോർട്ട് കിട്ടിയത്. പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ അസൈൻമെൻറ്റ് എനിക്ക് പോകാൻ പറ്റില്ല. എങ്കിലും പിന്നെ ഞാനിപ്പം നൈസ് ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ടാക്കി, ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ. നിയമബോധം ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ. കാര്യം നിയമബോധം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും നമ്മളെ അടിമകളാക്കുന്നതെന്നുള്ള ഒരു ഇതുണ്ടാക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ ബില്ലും അതുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടത്തി. ഇതിനിടയ്ക്ക് ഞാൻ വാക്സിനെതിരെ കേസ് കൊടുത്തിരുന്നു. അപ്പോഴും അവിടെ AG അഡ്വക്കേറ്റ് ജനറൽ വന്നിട്ട് പറഞ്ഞത് തമ്പി തീവ്രവാദിയാണെന്നാണ്. അപ്പോൾ ഇത് കേട്ടതും ജഡ്ജ് ദേവൻ രാമചന്ദ്രൻ ആ കേസ് ഡിസ്മിസ് ചെയ്തു, ഒന്നുപോലും നോക്കാതെ. അപ്പം മനസ്സിലായി ഇവരെല്ലാവരും സ്ലേവേഴ്സാണ്. അത് രാഷ്ട്രീയ അടിമത്തമുള്ളവരാണ്, രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അത്യാവശ്യത്തിന് അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടാവണം, അടിസ്ഥാന നിയമബോധം ഉണ്ടാവണം. ഈ സ്കൂളിലെ കരിക്കുലമൊക്കെ വല്ലവൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പാസ്സായി കഴിഞ്ഞാൽ ഒരുത്തൻ നല്ല പെർഫെക്റ്റ് ഒരു ഡ്രൈവറായിരിക്കണം, നിയമബോധം ഉണ്ടാവണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഈ രീതിക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോകണം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. ഞാൻ അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. എന്താണ് ഒരു ലീഗൽ ആക്ഷൻ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം? നല്ല ചോദ്യം. അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഞാൻ പറഞ്ഞത് വളരെ സുതാര്യമായ ഭരണഘടനയാണ്. പക്ഷെ അത് പുസ്തകത്തിലെ പശുവാണ്, ഏട്ടിലെ പശു പുല്ല് തന്നില്ല എന്ന് പറഞ്ഞതുപോലെ. അല്ലെന്നുണ്ടെങ്കിൽ കണ്ണാടിക്കുള്ളിലെ പഞ്ചസാര മനുഷ്യന് ആസ്വദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. എല്ലാ നിയമങ്ങളും നല്ലതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാര്യം കാനോൺ നിയമം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരുന്നത്. കാനോൺ നിയമത്തിനെ കുറിച്ച് നമുക്ക് അറിയുമെന്ന് അറിയില്ല. അതായത് സുതാര്യമായ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ഏത് നിരപരാധിയും ക്രൂശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കാനോൺ നിയമം. അത് വെച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ക്രൂശി തറക്കുന്നത്. ആ നിയമം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിൻ്റെ ചരിത്രത്തിൽ ആദ്യം കുരുമുളക് നോക്കി വന്നതാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിന്നാവുന്നതിന് പരമാവധി തിന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വായിൽ ഒതുങ്ങാതെ വന്നപ്പോൾ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് രാജ്ഞിക്ക് വിറ്റു. അവർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നില്ല പറ്റിയെന്ന്. അവർ ഇവിടത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ബിലീഫ് സിസ്റ്റത്തിൽ അങ്ങോട്ട് ഉറച്ചിരിക്കുന്ന ആളുകളാണെന്ന് ദൈവമായി ഉള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരാദ്യമായിട്ട് വന്നിട്ട് കൽക്കട്ടയിൽ, മദ്രാസിൽ, ബോംബെയിൽ 3 കോടതികൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. കോടതി വഴി നമ്മളെ അവർ വരിഞ്ഞു കൊടുക്കും.
കാര്യം നിയമബോധം ഉള്ളത് കാരണം ലീഗൽ കറക്റ്റാണ്. അപ്പം നിന്റെ അപ്പനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ജഡ്ജി പറയാണ് സംഗതി തമ്പിയുടെ അച്ഛനൊക്കെയാണ് വളരെ നല്ലവരാണ്, പക്ഷെ ഇന്ന തെറ്റുകൾ ചെയ്ത കാരണം നീ തന്നെ 3 വെടിവെച്ച് അവരെ കൊല്ലണമെന്ന് പറയുമ്പോൾ ഈ ജഡ്ജിയെ തൊഴുത് ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലും എന്ന് അവർക്ക് മനസ്സിലായി. ആ വീക്ക്നെസ് അവർ മുതലെടുത്തിട്ട് നിയമത്തിൽ കൂടാണ് നമ്മളെ അവർ ട്രാപ്പിലാക്കിയത്. കാര്യം ഇന്നും ബ്രിട്ടീഷുകാരൻ വന്നിടം മുതൽ തീർപ്പ് കൽപ്പിക്കാത്ത കോടതി വ്യവഹാരത്തിൽ ഇന്നും കിടപ്പുണ്ട്. അത്ര വിഡിത്തങ്ങളാണ് അവിടുത്തെ നിയമം. പിന്നെ അധോലോകം, ലോവർ കോർട്ട്, ഹയർ കോർട്ട്, സുപ്രീം, ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല. നമുക്കിവിടെ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു തുല്യ നിയമം, തുല്യമായിട്ട് എല്ലാവർക്കും. ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ അവർ വഞ്ചിച്ച് മൊത്തത്തിൽ നമുക്ക് അടിമ മനോഭാവം ഫിയറും ഉണ്ടാക്കി. അപ്പോൾ സിവിൽ സൊസൈറ്റിയെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അത്യാവശ്യം നമ്മുടെ രാജീവ് ഗാന്ധിയാണ് ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞത്, ഗവൺമെന്റ് മിഷനറി വരെ ഒരു കർഷകൻ നമ്മുടെ അന്ന് 90% കാർഷിക ഇതുണ്ടായിരുന്ന രാജ്യമായിട്ട് ഇന്ന് അത് 60% കുറഞ്ഞു. അല്ല, കാർഷികത കൂടിയില്ല. കേരളത്തിൽ പോലും 20 ലക്ഷം ഏക്കർ സ്ഥലം വെറുതെ ഇട്ടിട്ടാണ് ആ ഭൂമി അമ്മള വസ്തുവാക്കിയിട്ടാണ് നമ്മൾ വിദേശത്ത് ജോലി തേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡാക്കി. അപ്പോൾ ഒരു ഗവൺമെന്റ് മിഷനറി വഴി 100 രൂപ ഒരു കർഷകന് കൊടുക്കുകയാണെങ്കിൽ അതിൽ ശരാശരി 20 രൂപയെ കർഷകനിലെത്തുള്ളൂ. ബാക്കിയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറായിട്ട് തീരും. അതായത് വേലി തന്നെ വിളവുന്നില്ല, അല്ലെങ്കിൽ വലിയ തലയുള്ള ഉടലെന്ന് പറയും. അപ്പോൾ നമ്മൾ പിരിക്കുന്ന നികുതിയുടെ ഏകദേശം 80% ഇവർക്ക് ശമ്പളം കൊടുക്കാനും അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറിലാണ് പോകുന്നത്. ബാക്കി 10 to 15% മാത്രമേ ആക്റ്റീവ് ബെനിഫിഷ്യറിക്ക് വരുള്ളൂ. നേരെ മറിച്ച് ഒരു സിവിൽ സൊസൈറ്റി വഴി നമ്മളത് ചെയ്യുകയാണെങ്കിൽ 85% അത് അവരിലേക്ക് എത്തും. അപ്പോൾ ആ നിയമത്തിനെ കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ശുചിത് മിഷൻ, അത് പിന്നെ സിവിൽ സൊസൈറ്റി, ഔഷധി സിവിൽ സൊസൈറ്റിയാണ്, പിന്നെ നായർ സർവീസ് സൊസൈറ്റി സിവിൽ സൊസൈറ്റിയാണ്, അപ്പോൾ കോട്ടക്കൽ. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങളും സിവിൽ സൊസൈറ്റിയുടെ ബെനിഫിറ്റ്സ് എടുക്കും. അതും ഏറ്റവും പുറകിൽ കിടക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ സമ്പന്നരാന്ന് പറയുന്ന അജ്ഞാനികളായ കേരളീയരാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. കാർഷികത്തിൽ നബാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. നബാർഡ് 23-24 കാലഘട്ടത്തിലേക്ക് 2000 കോടി രൂപയാണ് കേരളത്തിലേക്ക് അലോക്കേറ്റ് ചെയ്തിരുന്നത്. എത്ര? 2000 crores. പക്ഷെ ഇന്ന് വരെ 543 കോടി രൂപ മാത്രമേ നമ്മൾ അവൈൽ ചെയ്തിട്ടുള്ളൂ ഈ ജനുവരി 28 വരെ. അല്ല, നമുക്ക് അറിയില്ല. നിങ്ങൾക്കറിയാം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഓഫീസർ ഉത്സവം എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് ഉത്സവം നടത്തുന്ന ആഗ്രഹമുണ്ട്. ഒരു ബ്യൂറോക്രസിയിൽ ഇരിക്കുന്നവനും അവനൊക്കെ ബ്രിട്ടീഷ് ലെഗസിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളെ ഇരുത്തി ഭരിക്കുന്നതിനാണ്. IAS എന്ന് പറഞ്ഞാൽ എൻ്റെ വാഴക്കൂടെ ഇന്ത്യൻ അടുക്കള സർവീസ്. 763 കളക്ടേഴ്സാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ വ്യത്യാസം എന്തറിയും? അതും ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അവർ ഈ 763 പേരെ ഡിമോറലൈസ് ചെയ്തിട്ടാണ് അവിടെ എത്തിയേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസം സമ്പന്നമാണെന്നും ഒരു സൈക്കിൾ റിക്ഷക്കാരൻ്റെയും ഒരു ചെരുപ്പ് കുത്തിയുടെയൊക്കെ മകൻ IAS കാരനാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ അങ്ങ് പബ്ലിഷ് ചെയ്യും. അപ്പം നീ ഒരു ചെരുപ്പ് കുത്തിയുടെ മോനാണെങ്കിൽ ഉന്നതനായ ഞാൻ നിന്റെ മുമ്പ് നിനക്ക് എന്തെങ്കിലും എന്തെങ്കിലും അധികാരമുണ്ടോ? മനസ്സിലായേ? അപ്പം റിയലി യു ആർ എ ഷൂ ലിക്കർ. അതായത് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്നെ പോലുള്ളവന്റെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടാണ് ഇവിടുത്തെ സിവിൽ സർവൻസിന്. സർവൻ്റാണ് അവൻ, സിവിൽ സർവൻ്റ്. പക്ഷെ പറയുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര അധികാരം. അവർക്ക് അധികാരമുണ്ട്. എന്തിനാണെന്നറിയാം? പാവപ്പെട്ടവനെ തലിച്ചതയ്ക്കാനും. മനസ്സിലായില്ലേ? പോലീസ് പറയുന്നത് ഇതേപോലെ എല്ലാം നല്ലതാണ്. പക്ഷെ വേട്ടപ്പട്ടിയ കടിക്കാൻ പറയുമ്പോഴേ അത് കടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു തെറ്റ് കണ്ട പട്ടിക്ക് കടിക്കാൻ പറ്റില്ല. ബോസ് കൽപ്പിക്കണം ഏത് അവനെ കടിക്കുമെന്ന്. ഇപ്പോൾ ഇവിടുത്തെ ഭരണാധിപന്മാർ റോഡിൽ കൂടെ പോയപ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ആകെ അവന്മാർ റോഡിലിട്ട് ചവിട്ടി കൊല്ലുന്നുണ്ട് ഡെമോക്രസിയിൽ. ഭരണഘടനയുടെ 19-ാം ആർട്ടിക്കിൾ പറയുന്നുണ്ട്, നിരായുധനായിട്ട് നിനക്ക് പ്രതിഷേധിക്കാം, അത് നിന്റെ മൗലിക അവകാശമാണോ. അപ്പൊ അത്രയും നല്ല സുതാര്യമായ നിയമം അവർ എഴുതി വെച്ചിട്ട് നിന്നെ അടിച്ചു കൊല്ലുക. അപ്പൊ ഇവിടെ നിയമത്തിന് വല്ല വിലയുണ്ടോ? മനസ്സിലായി? അപ്പൊ നിയമം എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് നിയമബോധമില്ല. അപ്പൊ നിയമബോധം ഉള്ളവനെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയപ്പെടും. നിങ്ങളെ കാണുമ്പോൾ
ഒരു കോടതിക്കോ അല്ലെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ വിഷമോ വെറുപ്പോ തോന്നെങ്കിൽ അവൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ള ബോധമുള്ളതുകൊണ്ടും നിനക്ക് അവനെ ചോദ്യം ചെയ്യാനുള്ള ചങ്കുറപ്പുള്ളതുകൊണ്ടാണ്. അതിന് ഞാനെപ്പോഴും മുന്നിൽ വെക്കുന്ന ഇവിടുത്തെ ഒരു സിവിൽ സൊസൈറ്റിയിലെ ഒരു ആരാധകയുണ്ട്, മൈലമ്മ എന്ന് പറയും. നിങ്ങൾക്കറിയോ? എന്താണ് മൈലമ്മയുടെ പ്രത്യേകത? വെറും ഒരു ആദിവാസി, യാതൊരു വിദ്യാഭ്യാസവും ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതനാണ് കൊക്കക്കോള. 120 വർഷമായിട്ട് അതിന്റെ MD കടന്നു പോയപ്പോൾ ഇവരൊരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഒരു കൊക്കക്കോള ഒരു അന്താരാഷ്ട്ര കമ്പനിയുടെ MD എന്ന് പറയുന്ന സ്ഥാനത്തിൽ അവൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയെക്കാട്ടി വലിയൊരുത്തനാണ്. പക്ഷെ ഇവരവിടെ നിന്നുകൊണ്ട് അവർക്ക് അറിയാവുന്ന ഭാഷയിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ അറിയാമോ? ആരുടെ കയ്യിൽ നിന്ന് അവകാശം മേടിച്ചിട്ടാണ് ഞാൻ കുടിക്കുന്ന വെള്ളം എടുത്തെന്ന് തോന്നുന്നത്? അവൻ പുച്ഛിച്ച് തള്ളി. പക്ഷെ 23ാമത്തെ വർഷത്തില് പുറംകാലിനടിച്ചിട്ട് ഇവിടുന്ന് ഓടേണ്ടി വന്നു. പക്ഷെ അപ്പോഴും പൊതുജനങ്ങളുടെ ജനാധിപത്യത്തിന്റെ ബലഹീനത അവനറിയാം. കാര്യം ഈ ചക്കയിലും പിന്നെ മീനിലൊക്കെ ഈച്ച വന്നിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ആട്ടിപ്പായിക്കില്ലേ, കുറച്ച് നേരത്തേക്ക് ഈച്ച മാറി തിരിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടുത്തെ മുതലെടുത്തിട്ട് കൊക്കക്കോള നേരെ തമിഴ്നാട്ടിൽ പോയി. അപ്പൊ ഇവിടെ ഈ ഫെഡറൽ സംവിധാനത്തിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. അപ്പൊ സിവിൽ സൊസൈറ്റി തുടങ്ങുമ്പോൾ ഫണ്ടമെന്റലായിട്ട് നിങ്ങൾക്ക് 3-4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ 18 വർഷം 20 വർഷമൊക്കെ ആ സൊസൈറ്റികളുണ്ട്. പക്ഷെ അതൊക്കെ ബുക്കിൽ മാത്രമേ ഉള്ളൂ, പോരാ. സത്യസന്ധമായിട്ട് നിങ്ങൾ സൊസൈറ്റി തുടങ്ങി കഴിഞ്ഞാൽ സർക്കാരിനെക്കാട്ടി അധികാരത്തിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ജനങ്ങളെ ഭരിക്കാം, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റിയാണ് 2020. ഇപ്പോഴാണ് അവർ പൊളിറ്റിക്കൽ മാർഗത്തിലേക്ക് മാറുന്നത്. അപ്പോൾ CSR ഫണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത്, നമ്മളൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത് ഒരു ലോയർ വേണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് കൊള്ളാവുന്ന ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് കഴിഞ്ഞാൽ നേരെ സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിലോ പോയി കഴിഞ്ഞാൽ 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമുക്കൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാം. ആ സൊസൈറ്റി രജിസ്റ്റർ കഴിഞ്ഞാൽ സെക്കൻഡറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 80G 12A, പിന്നെ വെളിയിലെ കാശ് എടുക്കുന്നത് FCLR, ഈ 3 രജിസ്ട്രേഷൻ എടുക്കാം. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ആയോഗിന് അപ്ലൈ ചെയ്യാം. ഇത്ര രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലീഗൽ രജിസ്റ്റേർഡ് ആയി. 38ഓളം സ്ഥാപനങ്ങളിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് അപ്ലൈ ചെയ്യാം. ഈ നബാർഡിനൊക്കെ ഇവിടെ കണ്ടമാനം പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് 2000 ചില്ലാനം കോടി രൂപയാണ് അവർ മരം നടുന്നതിന് ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ആർക്കെങ്കിലും അറിയാം. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഇവിടെ അവൈലബിൾ ആണ്. ആ ഫണ്ട് എടുത്ത് എൻജിഒയുടെ കാര്യത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ കൂടെ അതിൻ്റെ റിസൾട്ട് എടുക്കുന്നത് കേരളയിൽ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നായർ സർവീസ് സൊസൈറ്റി ഒരു NGO ആണ്. ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലുകൾ തുടങ്ങുന്നുണ്ട് NSSന്റെ. അതിനൊക്കെ 75% സബ്സിഡീസ് ഉണ്ട് ഗവൺമെന്റിന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡസ്ട്രി എസ്റ്റേറ്റ് തുടങ്ങാം. ഇപ്പോൾ സ്റ്റേറ്റും സെൻട്രൽ കൂടെ ചേർന്നിട്ട് ഇഷ്ടംപോലെ പ്രോജക്ട്സ് തരുന്നുണ്ട്. പക്ഷെ പ്രോട്ടോകോൾ പ്രൊസീജിയർ കൊണ്ടു നടക്കാൻ നമുക്കറിയില്ല. കാര്യം നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ടിൽ പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും കാര്യം നടത്തണമെന്ന്. ഇത് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പ്രശ്നം. അവർ ഫണ്ട് അലോക്കേറ്റ് ചെയ്താൽ ആ ഫണ്ടിന്റെ കംപ്ലീറ്റ് പ്രോട്ടോകോൾ പ്രൊസീജിയർ അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത ഫണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിവർ ചെയ്യുന്നില്ല. ഇവര് പൊളിറ്റിക്കൽ ഇത് കൂടെ കുറ്റപ്പെടുന്നു. അത് അവർ BJP ആയിട്ടാണ് ഞങ്ങൾ, ഇതൊന്നും അതിൻ്റെ പ്രശ്നം, ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ 38ഓളം സ്ഥാപനങ്ങളിൽ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. പ്രോജക്ട്സുകളുണ്ട്. ഇപ്പൊ റെഡ് ലിസ്റ്റിൽപ്പെട്ട മരങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൂവളം, ചില നാട്ടുമാങ്ങ, ഇതൊക്കെ റെഡ് ലിസ്റ്റിൽപ്പെട്ടാണ്. അത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും സംസ്ഥാനം, പിന്നെ തമിഴ്നാട് ഇപ്പം ചെയ്തേക്കുന്ന 2000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അത് ഇതുപോലെ സിവിൽ സൊസൈറ്റിയാണ് ഏറ്റെടുക്കുന്നത്. കൂവളം നട്ടുപിടിപ്പിക്കാൻ റെഡ് ലിസ്റ്റിൽപ്പെട്ട മരങ്ങൾ. അപ്പൊ അതവിടെ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാം. അതായത് ഖാദി ബോർഡ് അവിടെ ഉണ്ട് 1000 കോടി രൂപയുടെ പ്രോജക്ട്സ് കിടക്കും. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോജക്ട്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ഡെവലപ്പ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാഫിന്റെ കംപ്ലീറ്റ് ശമ്പളം അവർ തരും. പക്ഷേ പേപ്പർ കമ്പനി കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ കമ്പനിയിൽ ടേൺ ഓവർ വേണം. നമ്മളെല്ലാവരും മിക്കവാറും ഞാൻ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും CSR ഫണ്ട് കിട്ടാറുണ്ടോ. പിന്നെ അടുത്ത ചോദ്യം, അവിടുത്തെ ഒരു 1000 കോടി വരും, നിങ്ങൾ ഒരു 500 കോടി തിരിച്ചു കൊടുക്കണം. അല്ലല്ലോ. അപ്പൊ നമ്മളെല്ലാം ഷോർട്ട് കട്ടിൽ നോക്കുന്നവരാണ്. ഇതിന് 500 ഇല്ല, 1000 ഇല്ല. എല്ലാ വലിയ കോർപ്പറേറ്റുകളും അവരുടെ
CSR ഫണ്ട് മാനേജ് ചെയ്യാൻ അവർക്ക് തന്നെ കോർപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെന്നുണ്ടെങ്കിൽ റിലയൻസ്, ഇവർക്കൊക്കെ അവരുടേതായ കോർപ്പറേറ്റ് നിങ്ങളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുക, ആ പ്രോജക്റ്റ് ജെന്യുവനാണ്, അവർ നിങ്ങൾ ഫണ്ട് ചെയ്യും. കാര്യം വെച്ചാൽ ഈ CSR ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി, അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും പേപ്പറിൽ ചോദിച്ചിട്ട് ഇവിടുന്ന് മറ്റവന്റെ കമ്പനി 1.5 കോടി രൂപ മറ്റൊന്ന് ഇങ്ങനെ അല്ല. അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളെന്തിനെ കുഞ്ഞിന്ന് കാശ് മേടിച്ചിട്ട് തലോടലിന് പോലെ തല്ലുകൊള്ളുന്നു? CSR ഫണ്ട് ഒരുപാട് മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. അല്ല, CSR ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നില്ല. CSRന്റെ പേരിൽ ആളുകൾ തട്ടിപ്പിന് അറിയാവുന്നതാണ്. 10 വയസ്സുകാരെ CSR ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ തെറ്റായിട്ട് കേട്ടേക്കുന്നത് ഇല്ല. കാര്യം CSR ഫണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിന് ചില ലേബർ എക്സ്പെൻഡിച്ചർ ചെയ്ത് കളയാം. ഇപ്പം തന്നെ ഇവിടെ ഗവൺമെന്റിന്റെ വർക്ക് ചെയ്യുന്ന ഊരാളുകൾ അതൊരു CSR ഒരു സിവിൽ സൊസൈറ്റി സൊസൈറ്റി. അപ്പൊ അവർക്ക് പ്രോജക്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ ആളുകൾ കിടക്കുക. ഞാൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഞാൻ അവരുടെ എൻ്റെ വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു 300 കോടി രൂപ അവരുടെ സമയമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ കൂടെ എല്ലാ നമുക്ക് എംപ്ലോയ്മെന്റ് ചെയ്യാൻ പറ്റും. ഹോം നേഴ്സുകൾ, പ്രൊഫഷണലായിട്ടുള്ള ഹോം നേഴ്സുകളില്ല. വിദേശത്തേക്ക് വിടാൻ, വിദേശത്തേക്ക് പോകുന്ന സ്ത്രീകളെല്ലാം മുന്നിൽ നിന്ന് കരച്ചില്ല, എന്നെ അവിടെ അർഭാവത്തള്ളി, എങ്ങനെ വല്ലാതിരിക്കും. കാര്യം അവരുടെ വീട്ടിലിരിക്കുന്ന എക്യുപ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യുന്ന അറിയാത്തവള് ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അതെല്ലാം തല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ കഴിവില്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു 6 മാസം കോഴ്സ് നമുക്ക് തുടങ്ങാം. മനസ്സിലായി? 20-25 വയസ്സായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എടുത്തിട്ട് അവർക്കൊരു കൊല്ലത്തെ ട്രെയിനിങ് കൊടുക്കാം. ഇപ്പൊ തന്നെ കൃഷി, പിന്നെ ഈ അടുത്ത കാലത്ത് 1.5 ലക്ഷം ആളെ കണ്ട് ഇവിടുന്ന് കൃഷിക്ക് കൊണ്ടുപോയില്ലേ കൊറിയാലം കണ്ട. ഇതിനൊക്കെ സ്കോപ്പുണ്ട്. ഇപ്പൊ തന്നെ ഡ്രോൺ, അടുത്ത എല്ലാം ഡ്രോണിൽ കൂടെയാണ് കാണുന്നത്. ഡ്രോണിന് 10 ലക്ഷം രൂപയുണ്ട്. അതിൽ 7 ലക്ഷം രൂപ സബ്സിഡി. 10 സ്ത്രീകളെ നിങ്ങൾ ഉണ്ടാക്കി അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 7 ലക്ഷം രൂപ ഫ്രീ കിട്ടും. 2 ലക്ഷം രൂപ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ചെന്നിട്ട് അല്ല ഏതെങ്കിലും ഒരു ചെന്നിട്ട് പറയാം ഞങ്ങൾക്കൊരു 2 ലക്ഷം രൂപ CSR ഫണ്ട് വേണം. എനിക്ക് ലോട്ടറി എടുക്കുന്ന രാജ്യം നശിച്ചു പോകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ലേബർ അണ്ടർ കറക്റ്റ് നോളജ്. അല്ലാതെ 99 പേരെ പറ്റിച്ചിട്ട് ഒരുത്തരും ചിരിക്കുന്നതിന്റെ പേരല്ല. പക്ഷേ മദ്യം 10 രൂപയുടെ മദ്യം 1000 രൂപയ്ക്ക് വെച്ചിട്ടല്ല റവന്യൂ ഉണ്ടാക്കേണ്ടത്. അപ്പൊ റോങ് നോഷനിൽ കൂടെ ഫ്രീ റേഷൻ, നത്തിങ് ഫ്രീ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ സിസ്റ്റമൈസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ 20 ലക്ഷം ഏക്കർ സ്ഥലം പാടിയിട്ടിട്ട് നിങ്ങളുടെ സ്ഥലത്തൊരു ചട്ടി ഒരു പച്ചമുളക് വളർത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ രാജ്യത്തിന്റെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂഷൻ വരും. നമ്മളെപ്പോഴും പരാതി പറയുന്നവർ മാത്രമാവരുത്. ഇങ്ങനെയൊക്കെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമബോധം ഉണ്ടാക്കുകയും, അല്ലാതെ ഞാൻ മാത്രമേ ഞാനില്ലെങ്കിൽ ലോകമില്ലാന്നുള്ള എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും നിയമപരമായിട്ടുള്ള ബോധം ഉണ്ടാക്കുക, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ 10-12 അല്ല ആൾ പ്രൊമോഷൻ അല്ല കൊടുക്കേണ്ടത്. 10-12 ക്ലാസ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചും അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു സെൽഫ് മെയ്ഡ് ഇൻഡിവിജ്വലായിട്ട് വേണം ഓരോരുത്തരും പുറത്തു വരാൻ. അതാണ് വിദ്യാഭ്യാസം. അവൻ എന്ത് കൃഷി ചെയ്യണം എന്നിട്ട് അവന് തീരുമാനിക്കാൻ സാധിക്കണം. ആയുർവേദ മരുന്നുകളും അതിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആയിട്ടുള്ള ചില മരുന്നുകളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കഞ്ചാവ് എന്ന് പറയുമ്പോൾ തന്നെ ആൾ നെറ്റി ഇങ്ങനെ ചുളിക്കും. എന്തോ ഒരു കുറ്റബോധത്തോടുകൂടി നമ്മളെ ആ തരത്തിലാക്കിയതാണ്. നമ്മുടെ കൾച്ചറുമായിട്ട് കണക്റ്റഡാണ് ഓപ്പിയവും കഞ്ചാവും. അത് ആദ്യം മനസ്സിലാക്കുക. അതായത് ഇതിന്റെ രഹസ്യങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ടിപ്പുവാണ്, ഹൈദരാലിയുടെ മകൻ. അയാളാണ് ആദ്യമായിട്ട് കഞ്ചാവ് സാധാരണക്കാരിൽ നിന്ന് ബാൻ ചെയ്തത്. അത് തുടർന്ന് ബ്രിട്ടീഷുകാർ അത് മനസ്സിലാക്കിയിട്ട് അവരതിലേക്ക് പോയി. നിങ്ങൾ ടാറ്റ എന്നൊരു മഹാസംഭവത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ടാറ്റയുടെ മൂലധനം എന്താണെന്ന് നിങ്ങൾക്കറിയാം? അറിയില്ല? അല്ല, കഞ്ചാവ് ചൈനയ്ക്ക് കൂട്ടിക്കൊടുത്തതിന്റെ പിമ്പിങ് എന്ന് പറയാൻ പറ്റില്ല, ആ പണമാണ് അവരുടെ ക്യാപിറ്റൽ. നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ലഗാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഒന്നുകൂടെ കാണുക. അത് ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ ഇവിടെ അല്ലെങ്കിൽ വിദേശികൾ ഇവിടെ വന്നിട്ട് വെളുത്ത പെണ്ണുങ്ങളെയും ഗിഫ്റ്റും കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ചത്. അത് ദത്തമായ സത്യമാണ്. പിന്നെ അവൻ്റെ ഒരു തുപ്പാക്കിയാണ് നമ്മൾ ആദ്യമായിട്ട് ഭയപ്പെട്ടത്. ഈ ഗൺ പൗഡർ കണ്ടെത്തിയ ചൈനക്കാരനാണെങ്കിലും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയവരാണ്. അപ്പോൾ ചൈനക്കാരനെ ഈ പെണ്ണ് കൊടുത്തിട്ടോ തൊലിവെടുപ്പുള്ള സ്ത്രീകളെ കൊടുത്തിട്ടോ രക്തങ്ങൾ കൊടുത്തിട്ടോ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവരങ്ങനെ ഇവിടെ കോടതി ഇവിടെ റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായി അവിടെ അവൈലബിൾ അല്ലാത്തത് ഓപ്പിയവും
കനാബിസും ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇവിടുന്ന് ഇവർ ഇത് പരസ്യമായിട്ട് നിരോധിച്ചിട്ട് രഹസ്യമായിട്ട് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിൽ നിന്ന് കടത്തി. ആ കടത്തുന്നതിന് കൂട്ടുനിന്നതാണ് സൊറാബ്ജി ടാറ്റ. നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാം. ഒരു ബ്രിട്ടീഷുകാരൻ വന്നിട്ട് ഇവന്റെ ഗോഡൗൺ റെയ്ഡ് ചെയ്യുന്നു. അയാളുടെ പേര് ഞാൻ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ഇയാൾ ഇതിനെ വിളിച്ചിട്ട് പറയുന്നു, നിന്നെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യും. സൊറാബ്ജിയോട് പറയുന്നു. അപ്പോൾ സൊറാബ്ജി കാമൻ കൂളായിട്ട് പറയുന്നത്, എനിക്കറിയില്ല എൻ്റെ പിടുത്തം എവിടെയാണെന്ന്, ഞാൻ ആരാണെന്ന്. പിന്നെ നീ ഇത് പബ്ലിഷ് ചെയ്താൽ ആകെ വരാൻ പോകുന്നത് ലണ്ടൻ ടൈംസിലൊക്കെ എൻ്റെ പേര് വരും, പക്ഷെ നാളെ നീ കാണില്ല. ഞാൻ നാളെ ഇവിടെ വിശ്വസിക്കണം. നേരെ മറിച്ച് നീ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിനക്ക് നീ വിചാരിക്കുന്നതിൽ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഒരു നിമിഷം ചിന്തിച്ചിട്ട് അവൻ കൈ കൊടുക്കുന്നു, അവൻ കോടീശ്വരനായി. അപ്പൊ നിങ്ങൾക്ക് കഞ്ചാവിന്റെ മൂല്യം മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ അവൈലബിൾ അല്ലാത്തത്? ടിപ്പ് മുതലാണ് ഇത് കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. കാര്യം അവന് മനസ്സിലായി ഇതിനകത്ത് ഗൂഢതയുണ്ടെന്ന്. അതിന് രണ്ട് തലമുണ്ട്. ഈ ആത്മീയ തലവുണ്ട്, സ്പിരിച്വാലിറ്റി എന്ന് പറയും. ഈ ഇംഗ്ലീഷ് ചികിത്സയ്ക്ക് നഷ്ടമായത് ചിന്താബോധമാണ്. അവർക്ക് ആത്മാവെന്നൊരു സാധനമില്ല. ആത്മാവില്ലാതെ രോഗത്തിനെ അടിസ്ഥാനത്തിൽപ്പെട്ടി രോഗത്തിനെ ചികിത്സിക്കലാണ് അലോപ്പതി. നമ്മളതല്ല. ആദിയിൽ നിന്നും വ്യാധി, വ്യാധിയിൽ നിന്നും അന്ത്യം. അപ്പൊ രാഗരോഗാദി നിന്റെ മനസ്സിനെയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ മനസ്സിനെ ചികിത്സിക്കുമ്പോൾ ഇതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ന് പേരിൽ ഒന്നാണ്, പക്ഷെ സായിപ്പ് പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന കോടാനുകോടി നിങ്ങളുടെ ഈ നിങ്ങളുടെ റെക്കോർഡ് ചെയ്യുന്നില്ലേ, ഇതൊക്കെ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ക്ലൗഡ്സ്. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നു? ആകാശം. അപ്പൊ പഞ്ചതത്വത്തിൽ ആകാശ തത്വമാണ്. ഓക്കെ. അപ്പൊ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ 5 തത്വങ്ങളെ പഞ്ചഭൂതങ്ങളിൽ സിദ്ധാന്തമായിട്ടാണ്, അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത് പഞ്ചഭൂതത്തിൽ. അപ്പൊ ഇത് സ്പിരിച്വാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് എന്ന് പറയുന്നത് മഹനീയമായ ഒരു ഷോർട്ട് കട്ടാണ് ശിവനിലേക്ക് എത്താൻ. അതായത് അന്തരീക്ഷത്തിൽ, സ്പേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എൻട്രി കിട്ടാൻ നിങ്ങൾ കഞ്ചാവ് സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ ആ ക്ലൗഡ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. ആ ക്ലൗഡ്സിൽ നിന്ന് നിങ്ങൾ നേരെ താപ്പോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം ദർശനമാവും. എന്താണെന്നറിയോ? വായു. യു ക്യാൻ ഫീൽ ദി ബ്രീസ് ഓഫ് ദി എയർ. അതിൽ നിന്ന് ഒന്നും കൂടെ താപ്പോട്ട് തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്നി അവിടെ ഫീൽ ചെയ്യും. ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്, കോമൺ മാൻ കാണുന്നത്. അവിടെ നിന്ന് ഒന്നുകൂടെ തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലം അവിടെ ഫീൽ ചെയ്യും. അതിൽ ഒന്നും കൂടെ തണുത്ത് കഴിഞ്ഞാൽ പൃഥ്വി, ഭൂമി അവിടെ ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് പഞ്ചതത്വ സിദ്ധാന്തം. അപ്പൊ ഈ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ആളുകൾ, ഭാരതീയര് വേദപുരാണങ്ങൾ വിശ്വസിക്കുകയും അവര് കഞ്ചാവ് ആടി പാടി നടന്നിരുന്നവരാണ്. അപ്പൊ അവന് അല്ലാതെ ഇന്നത്തെ കണക്കൊരു മെഷീൻ വെച്ചുകൊണ്ടെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവന് ദീർഘവീക്ഷണം ഇങ്ങനെ ആ മനനം ചെയ്തതാണ് അവൻ ലോകത്തിന് വേണ്ടി സ്ക്രിപ്റ്റലൈസ് സ്ക്രിപ്റ്റ് ആക്കി കൊടുത്തത്. അതാണ് വേദങ്ങൾ. അപ്പൊ ആ സാധാരണക്കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ ശാസ്ത്രീയ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും കണ്ടുകിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ആയുർവേദം നുണയാണ്, പുച്ഛമാണെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ സീക്രട്ട് അറിയാൻ വേണ്ടിയാ. ഇതങ്ങനെ പറയാൻ പറ്റിയ സീക്രട്ട് അല്ല. അത് ആയുർവേദത്തിന്റെ ത്രെട്ടാണ് ഇന്നും തുടങ്ങിയ ബ്രിട്ടീഷുകാരൻ വന്ന കാലം മുതലുണ്ട്. അതിനെൻ്റെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഇരിപ്പുണ്ട്. അതിന് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹൈക്കോടതി ജഡ്ജ്, അതിന് എയ്ഡ്സ് വന്നു. അന്നത്തെ രാജേഷ്മ എന്നാണ് പറയുന്നത്, മരിച്ചു, മൃതപ്രായനായി. അപ്പൊ ആ സമയത്ത് ഇവരിത് പാമ്പുകളിയാണ്, സർപ്പക്കാവുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ എൻവയൺമെന്റ് എല്ലാം. ഈ സർപ്പം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്വയമാണ്. സൂര്യൻ എന്ന ബീജം ചന്ദ്രനുള്ള ശുക്രത്തിൽ കൂടെ ഭൂമി എന്ന ഗർഭപാത്രത്തിൽ നിവസിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സൃഷ്ടി. ശരി. 7 × 2 എത്രയാ? 14 × 2 എത്രയാ? 28 × 10 എത്രയാ? 10 ചന്ദ്രമാസമാണ് ഒരു പൂർണ്ണ ഗർഭമായിട്ട് ഒരു കുട്ടി പുറത്തു വരുന്നത്. അല്ലാതെ ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ ഗ്രിഗോറിയൻ കലണ്ടർ അല്ല. ശരി. അപ്പൊ നിങ്ങളുടെ എല്ല് വട്ടത്തിൽ ഒടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുള കൊണ്ട് കെട്ടിയില്ലെങ്കിൽ 28-നാണ് അത് തിരിച്ച് റീചേഞ്ച് ചെയ്യും. നമ്മുടെ സെൽ ഡോക്ടറിനുണ്ട് ഉള്ളിൽ തന്നെ. ഇതിനെയൊക്കെ അംഗീകരിക്കാതാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഞാനിപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ചികിത്സിക്കുന്നത്. ഞാനൊരു പാരമ്പര്യത്തിനും കൂടെ. ശിവാമ്പും ശിവമൂലിയാണ് എൻ്റെ 2 വജ്രായുധങ്ങൾ. ശിവാമ്പു എന്ന് പറഞ്ഞാൽ സ്വന്തം മൂത്രം. ഞാൻ മൂത്രപാനവും മൂത്രം കൊണ്ടുള്ള സ്നാനവും അതിൽ കൂടെയുള്ള അത്ഭുതങ്ങളായ രോഗചികിത്സ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കഞ്ചാവും ഞാനൊരു ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അതിൽ ഹാഷിഷ് ഓയിൽ,
കഞ്ചാവിൻ്റെ സീഡ്സും കഞ്ചാവിൻ്റെ ഓയിലും. ഇതൊക്കെ ഇപ്പം ഉത്തരേന്ത്യയിൽ അവൈലബിൾ ആണ്. ആയുഷ് ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യാം. ഞാൻ ഈ പേഷ്യൻസിനെ അവിടുത്തെ ഡോക്ടേഴ്സിന് കൊടുക്കും, അവർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. പക്ഷെ കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇടുക്കി ഗോൾഡൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെ, ലീഗലി ഇപ്പൊ നമ്മുടെ ഈ വഴി കൊടുക്കുന്നുണ്ട്. പക്ഷെ വളഞ്ഞാണ് നമ്മളിപ്പോഴും മുഖം പിടിക്കുന്നത്. ഈ ഇടുക്കിയിലെ കഞ്ചാവ് കൃഷി ചെയ്താൽ തന്നെ, ലിബറലൈസ് ചെയ്താൽ തന്നെ കേരളത്തിന്റെ എക്കണോമിക്കൽ സ്റ്റാർവേഷൻ ഇല്ലാണ്ടാവും. ഏറ്റവും നല്ല ചന്ദനം ഇവിടെയാണുള്ളത്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥമില്ല. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ പറയണം. ലോട്ടറി വിറ്റിട്ടോ അല്ലെങ്കിൽ 10 രൂപയുടെ കള്ള 1000 രൂപയ്ക്ക് വിറ്റിട്ടോ അല്ലെങ്കിൽ ഫ്രീ റേഷൻ കൊടുത്തിട്ടോ അല്ല ഈ രാജ്യം നന്നാക്കേണ്ടത്. ഇവിടെ എക്കണോമിക്കൽ റെവല്യൂഷൻ ഉണ്ടാവണം. എക്കണോമിക്കൽ റെവല്യൂഷൻ ഉണ്ടാക്കുന്നത് അഗ്രികൾച്ചർ ബേസ്ഡ് റെവല്യൂഷൻ. അഗ്രികൾച്ചർ ബേസ്ഡ് റെവല്യൂഷൻ ഉണ്ടായാലേ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടുള്ളൂ. അല്ലാതെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 6 വരി പാതയല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ പോലും മരിക്കാൻ ഇടയാവരുത്. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? അവർ എത്ര ബുദ്ധിപരമായിട്ടാണ് നമ്മളെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു IAS-കാരനെയോ ഒരു IPS-കാരനെയോ ഒരു MBBS-കാരനെയോ ഫോട്ടോ എടുത്തിടുമ്പോൾ പ്രൗഢഗംഭീരമായ ഡ്രസ്സ്, ഒരു കർഷകനെ ഇടുമ്പോഴോ കൗപീനം പോലും ധരിക്കാത്ത ഒരുത്തൻ. അപ്പോൾ ഒരു കർഷകൻ അവന്റെ മകനെ കർഷകനാക്കാൻ പറ്റുമോ? പക്ഷെ ലോകത്തെ എല്ലാ കോടീശ്വരന്മാരും ബിൽഗേറ്റ് കൃഷിക്കാരനാണ്, റിലയൻസ് കൃഷിക്കാരനാണ്, പിന്നെ അംബാനി കൃഷിക്കാരനാണ്. അതാണ് എല്ലാ കോടീശ്വരന്മാരും അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ സാധാരണ ജനങ്ങളിലുള്ളവരെ നശിപ്പിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യം 365 ദിവസം സൂര്യഭഗവാനുള്ള ഈ രാജ്യത്ത് വൈറ്റമിൻ ഡിക്ക് 10 കോടി രൂപയുടെ ഹോസ്പിറ്റൽ പണിയാൻ പാകത്തിന് നമ്മുടെ ബുദ്ധിയെ കെടുത്തിയവരാണ് അവന്മാർ. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ചോദ്യം ഭരണം അറിയാവുന്ന, രാജ്യം നന്നാവാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതിയായ ആളുകളെ നമ്മൾ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ കഞ്ചാവും ചന്ദനമൊക്കെ ലിബറലൈസ് ചെയ്തോളൂ. ഇത് പാർട്ടി ബേസ്ഡായിട്ട് പോകുമ്പോൾ ഇവരൊക്കെ പാർട്ടിയുടെ അടിമകളാണ്. പാർട്ടികളുടെ സത്യസിദ്ധാന്തങ്ങളെ വളരുള്ളൂ. അതിന് പോകരുത്. വലിയ ഭൂരിപക്ഷം ഏതവര് വന്നു കഴിഞ്ഞാലും they will become criminals. ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആണ്. അതിനിടയാകാതെ ഇച്ഛാശക്തിയുള്ളവരെ തിരഞ്ഞെടുക്കുക. സ്റ്റേറ്റ് സബ്ജക്റ്റിനാണ് ഹെൽത്തും കഞ്ചാവും ഒക്കെ. ഇവിടെ ശരിക്കും ഫോറസ്റ്റിന് ഇത് കൃഷി ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം, മെഡിക്കൽ പർപ്പസിന്. അതിന് പകരം ഇന്ന് ഇരിക്കുന്ന രാജഭവനാണ്. ഇവിടെ രാജാവുണ്ടോ? രാജാവില്ലാത്ത സ്ഥലത്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്നും ഈ അടിമത്തം മാറണം. പിന്നെ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പണ്ട് സായിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കണ്ണും മൂടിയത് നീതിദേവതം വെച്ച് പൊട്ടക്കണ്ണനാക്കി നമ്മളെ ആദ്യം പഠിപ്പിക്കാതെ നിന്റെ അടുത്തൊരു കാര്യം ഞാൻ വന്നിട്ട് നിന്റെ ജോലിയാണ് നീ പഠിക്കേണ്ടതെന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം അടിമുടി രൂപമാറ്റം വരുത്തി നിന്നെ നിയമബോധം ഉണ്ടാക്കി അതിനുശേഷം നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. നീ എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ അതിന് അർത്ഥമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ സർക്കാരിന് 2000-4000 ഏക്കർ കൃഷി കഞ്ചാവ് കൃഷി ചെയ്ത തീരുന്നതിനുള്ള ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി അത് പഠിക്കുക. നിലവില് ഓപ്പിയവും കഞ്ചാവും വളർത്താനുള്ള ലൈസൻസ് കൊടുക്കുന്ന സ്റ്റേറ്റുകളൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ UP-യിലുണ്ട്, ഒഡീഷയിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, പല സ്റ്റേറ്റുകളുണ്ട്. മലയാളികൾ തന്നെ പോയിട്ട് അവിടെ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നത്. 2 നിബന്ധനകളേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചന്ദനം നമ്മൾ പറയുന്നത് ചന്ദനം വളർത്താൻ പാടില്ലെന്ന് തെറ്റാണ്. ചന്ദനം നമുക്ക് വളർത്താം. അത് വെട്ടാറാകുമ്പോഴത്തേക്ക് DFI അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ വെട്ടിക്കൊണ്ട് പോയിട്ട് വിറ്റിട്ട് അതിന്റെ കംപ്ലീറ്റ് ക്യാഷ് നമ്മൾ തിരിച്ചു തരും. അതേപോലെ തന്നെയാണ് ഓപ്പിയവും കനാബിസും. ഈ ഓപ്പിയം ഏതൊക്കെ കഞ്ചാവ് ഏതൊക്കെ വെറൈറ്റീസ് ആണ്? കഞ്ചാവ് ബേസിക് ആയിട്ട് 3 തരത്തിലാണ്: വിജയ്, വിസ്ത, ഇന്ദിക്ക. ഇന്ദിക്ക എന്ന് പറയുന്നത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മറ്റേത് വിദേശികളാണ്, അഫ്ഗാനിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് വിജയ്. ക്രോസ് ബ്രീഡ് ഇപ്പൊ ഇഷ്ടം പോലെ ചെറുതുണ്ട്, മനസ്സിലായി. അതിലിപ്പോൾ CBD, THC എന്ന് പറയുന്ന 2 ഇതുണ്ട്. അതിൽ THC ആണ് അതിൻ്റെ സൈക്കോട്രോപിക് ഡ്രഗ്സിൻ്റെ ഇത്. 1.2 താഴെ ഉള്ളത് കൃഷി ചെയ്യാൻ അനുവദിക്കുള്ളൂ. നമുക്ക് 1.5 മുതലാണ് സൈക്കോട്രോപിക് ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. അതിൽ CBD എന്ന് പറഞ്ഞാൽ കനാബിഡോൾ ഓയിൽ എന്ന് പറയുന്നതാണ് പിന്നെ എപ്പിലെപ്സി അഥവാ ചുഴലി രോഗത്തിന് ഇതല്ലാണ്ട് മറ്റു മരുന്നില്ല. അതുപോലെ തന്നെ ക്യാൻസറിനും കഞ്ചാവാണ് ബെസ്റ്റ് മരുന്ന്. അതുകൊണ്ടാണ് അത് പ്രൊമോട്ട് ചെയ്യാത്തത്. പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ മാറും, അവർക്ക് മാറാൻ താല്പര്യമില്ല.
ഇത് ഭയങ്കര ട്രിക്സ് ഉണ്ട്. യുപിയിലൊക്കെ പോയ വയസ്സായിട്ട് തന്നെ ഒരുപാട് കഞ്ചാവ് ചെടികൾ കാണാം. അത് അവരുടെ കൾച്ചറായിട്ട് ദേശീയമാണ്. അതായത് നമ്മുടെ പണ്ട് വീടുകളിൽ ഉത്സവങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഭാഗം എന്നൊരു സാധനമുണ്ട്. കഞ്ചാവിന്റെ ഇലയും ശർക്കരയും കൂടെ കരിമ്പുന്നതിലും കൂടെ തിളപ്പിച്ചുണ്ടാക്കുന്നതിന് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കനാബിസ് ഉണ്ടാകുന്നത് കഞ്ചാവിന്റെ എക്സ്ട്രാക്ട് ഉണ്ടായിരുന്നു. അത് കള്ളിൽ കുറുകി കൊടുക്കുമായിരുന്നു. അതിൽ എൻ്റെ അമ്മമ്മയ്ക്ക് കറുപ്പ് കോട്ട ഉണ്ടായിരുന്നു ട്രഷറിയിൽ നിന്ന്. അപ്പോൾ അത് മേടിച്ച് 6 വയസ്സ് വരെ എനിക്ക് അമ്മമ്മ കഞ്ചാവ് കറുപ്പ് തന്നിട്ടുണ്ട്. കഞ്ചാവ് കൃഷിക്ക് ശരിക്കും ഒരു ലൈസൻസ് കൊടുക്കേണ്ടതാണ്. കൊടുക്കേണ്ടതാണോന്നാണ് ചോദിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് കഞ്ചാവ് കൃഷി ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് അകറ്റിർത്തിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ സാറി പറയുന്നത് ശരിയാണെങ്കിലും ഇവിടെ എത്ര കുട്ടികളാണ് കഞ്ചാവ് വലിച്ച് നശിക്കുന്നത്? അവിടെ നിങ്ങൾക്കൊരു ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. കഞ്ചാവ് എന്ന് പറയുന്നത് പാലും വെള്ളം പോലെയാണ്. പാലും വെള്ളത്തിന് പാലിന്റെ സത്തില്ല. അതുപോലെ തന്നെ കഞ്ചാവ് കഴിച്ചിട്ടോ ഓപ്പിയം കഴിച്ചിട്ടോ ഇവിടെ ഒരു മനുഷ്യനും നശിക്കുന്നില്ല. പക്ഷെ ഇവിടെ ആ പേരിൽ മാൻഡ്രാക്സ് എന്നും MDS എന്നൊക്കെ പറയുന്നത് ആസിഡിൽ നിന്നും ഉണ്ടാക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. പേര് കഞ്ചാവിന്റെ ഓപ്പിയത്തിന്റെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നില്ല, നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? 59. ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിൽ കല്യാണം നടക്കുമ്പോൾ അന്ന് വെറ്റില പുകയില സിഗരറ്റൊക്കെ വെച്ച് വീഡിയോ വെക്കുമായിരുന്നു. അന്ന് ഇത്രയും ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ വില്ലൻ ഈ പുകയിലയോ കഞ്ചാവോ അല്ല, അതിലുപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് ആണ്. അതിന്ന് തേയിലയിൽ വരെ ഉണ്ട്. അതായത് രോഗം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ ആവശ്യമാണ്. വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഞ്ചാവ് വലിക്കാനുള്ളതല്ല. കഞ്ചാവ് എന്ന് പറയുന്നത് നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ളതാണ്. നമ്മുടെ വൈറ്റാലിറ്റിയുടെ ഒരു പാർട്ടാണ് കഞ്ചാവ് ഓപ്യം. അതിൽ നിന്ന് ഇപ്പം 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓപ്യം തരുന്നതിന് പകരം അതിൽ നിന്ന് ഒരു മോർഫിൻ ഉണ്ടാക്കി ഒരു 10,000 കോടി രൂപ ഉണ്ടാക്കാൻ കഞ്ചാവിൽ നിന്നും 2-3 തരത്തിലാണ് കഞ്ചാവിനെ നിങ്ങൾ കാണുന്നത്. അതായത് ചെത്തുന്ന കള്ള്, അന്തിക്കള്ള്, കുറുകിയ കള്ള് എന്ന് പറയുന്ന പോലെ THC അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയുന്നതിനാണ് ഇവര് സൈക്കോട്രോപിക് നെക്സ്റ്റ് ആൻഡ് ഡ്രഗ്സിലേക്ക് എടുത്തേക്കുന്നത്. അത് 1.2 THC കൂടുതൽ ടെട്രാഹൈഡ്രോകനാബിനോൾ എന്ന് പറഞ്ഞാൽ മാത്രമേ സൈക്കോട്രോപിക് ഡ്രഗ്സ് ആകുന്നുള്ളൂ. അതല്ലാണ്ട് അതിൽ നിന്ന് CBD എന്ന് പറഞ്ഞാൽ കനാബിനോൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗത്തിന് ഏറ്റവും മുന്തിയ ഔഷധമാണ്. അതുപോലെ തന്നെ കഞ്ചാവ് ക്യാൻസറിന് ഇല്ലാതാക്കുന്ന ഒരു ഔഷധമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ക്യാൻസർ തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിൽക്കാൻ രോഗങ്ങളില്ലാണ്ട് വരും. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചായിരുന്നു അവരുടെ. അതായത് നമ്മൾ രോഗം ഉണ്ടാക്കിയിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് മുൻകരുതൽ എന്നുള്ള രീതിയിൽ കൂടെ വാക്സിൻ വിൽക്കുന്നതെന്നാണ് ഇന്ന് ഫാർമക്കോപ്പി കണ്ടുപിടിച്ചേക്കുന്നത്. കാര്യം 6 രൂപയുടെ വാക്സിൻ ജനങ്ങളുടെ നികുതിപ്പണമായ 650 രൂപ കൊടുത്ത് ഇവരെ നിന്ന് മേടിക്കുകയും ജനങ്ങൾക്ക് ഫ്രീ ആണെന്ന് ധരിപ്പിക്കുകയും ചെയ്ത് നമ്മളെ വിഡ്ഢികളാക്കിയിട്ട് അവർ കോടീശ്വരന്മാരാവും. ഈ കൊറോണ എന്ന് പറയുന്ന ഇല്ലാത്ത നുണ പറഞ്ഞിട്ട് WHO ഉൾപ്പെടെയുള്ള മാഫിയകൾ കോടികളാണ് കൊയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഭീതി വളർത്തിയിട്ടാണ് ആളുകളെ കൊല്ലുന്നത്. അപ്പം ഇതുപോലെ കഞ്ചാവോ അല്ലെങ്കിൽ ഓപ്പിയമോ ഒക്കെ പബ്ലിക്കിനിടയിൽ നല്ല രീതിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അവന്റെ ചിന്താധാര വർദ്ധിക്കുമ്പോൾ അവൻ റിലീജിയസ്ലി നിങ്ങളുടെ അടിമയാവില്ല, പൊളിറ്റിക്കലി നിങ്ങളുടെ അടിമയാവില്ല, വർക്കിംഗ് നിങ്ങളുടെ പേമാസമുള്ളതിൽ കൂടെ നിങ്ങളുടെ അടിമയാവില്ല. അടിമകളെ വാർക്കുന്ന ഒരു സമൂഹമാണ് അന്ന് ഇന്നുള്ളത്. UN ഫണ്ടിങ്, അതായത് കാർബൺ ഫണ്ട് എന്ന രീതിയിൽ UN ഫണ്ട് എത്രയോ കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അത് ഘടകവിരുദ്ധമായിട്ടാണല്ലോ അന്ന് സംസാരിച്ചത്. നിങ്ങൾക്ക് അതിൻ്റെ സത്യം മനസ്സിലാവാത്തതുകൊണ്ടാണ്. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. അതായത് പണ്ട് ഈ ഉത്സവ പറമ്പുകളിൽ കുറ്റാലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചൂട് ചോറ് പായസം ഇങ്ങനെ തിളയ്ക്കും. അപ്പോൾ തള്ളക്കുറങ്ങ് കൊച്ചിനെയും കൊണ്ടുവരും. കൊച്ചിൻ്റെ കൈ കൊച്ചറിയാണ്ട് എടുത്ത് തിളച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഇടും. കൊച്ചു നിലവിളിക്കുമ്പോൾ തള്ള നക്കും. അപ്പോൾ കൊച്ചിൻ്റെ ധാരണ എന്തോന്നാ ഈ പുള്ളിയതാണ് നടക്കുന്നതെന്നാണ്. സത്യത്തിൽ തള്ള ഈ പായസം കുടിക്കുന്നത്. അപ്പം നിങ്ങളീ പറയുന്ന അന്താരാഷ്ട്ര സംഘടനകൾ സാധാരണക്കാരൻ്റെ ബലഹീനത ചൂഷണം ചെയ്യുകയാണ്. ക്ലൈമാറ്റിക് ചേഞ്ച്, കാർബൺ ഫണ്ടിങ് എന്നൊക്കെയുള്ള ഓവന പേരുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനെ വിക്ടിമൈസ് ചെയ്യുന്നത് ചൈനക്കാരനുണ്ടാക്കുന്ന സാധനമാണ് അമേരിക്കക്കാരൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും ദുഷ്ട അവനുണ്ടോ? അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത് വല്ല വിഷമവും മേശപ്പുറത്ത് വിളമ്പുന്ന തീന്മേശയിൽ കാണാനുണ്ടോ? ഉണ്ടോ? ഈ തീന്മേശയാണ് നിങ്ങളെ പറഞ്ഞ്
വലിയ വലിയ സംഘടനകൾ അവൻ അവിടെ നിന്ന് പിച്ച തരികയാണ് നിങ്ങൾക്ക് എന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൃഷിക്കാരൻ എന്ന് അവനുണ്ടാക്കുന്ന മൂല്യവർദ്ധിത സാധനം അവനെന്ന് ഭക്ഷിക്കാൻ തുടങ്ങുന്നു അന്നേ നമുക്ക് ബുദ്ധി ഉണ്ടാവുള്ളൂ. നമ്മൾ ബ്രാഹ്മണനെ തെറ്റു പറയുന്നു, ബ്രാഹ്മണി സൊസൈറ്റിയാണെന്ന് പറയുന്നത്, എന്നിട്ട് നമ്മൾ കഴിക്കുന്നതോ നീചന്റെ ഭക്ഷണവും. അതായത് അൽഫോൺസ് ഒരു മാങ്ങയുണ്ട്, അതിൽ എ ക്ലാസ് തിന്നുന്നത് അമേരിക്കക്കാരനാണ്, ബി ക്ലാസ് തിന്നുന്നത് കാനഡക്കാരനാണ്, സി ക്ലാസ് തിന്നുന്നത് അറബിയാണ്, അതിന്റെ രജിസ്റ്ററാണ് ഇന്ത്യക്കാരനായിട്ട് കർഷകൻ തിന്നുന്നത്. എന്ന് നിനക്ക് എ ക്ലാസ് നിന്റെ മക്കൾക്ക് കൊടുക്കാൻ ഇടവരുന്നുവോ അന്ന് നിനക്ക് ഈ പറഞ്ഞ ബുദ്ധി ഉണ്ടാവും, അന്ന് നീ തിരിച്ചു ചോദിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ നല്ല ഭക്ഷണം, ഇപ്പൊ നമ്മള് നല്ല നെല്ല് ഉത്പാദിപ്പിച്ചിട്ട് അത് സർക്കാരിന് വിറ്റിട്ട് റേഷൻ കടയിൽ പോയിട്ട് ഫോർട്ടിഫൈഡ് റൈസ് മേടിച്ച് മക്കളെയൊക്കെ തീറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് നന്നാവും? നിങ്ങൾ സ്വയം ചിന്തിക്കുക. കർഷകന്റെ രോഗനമല്ല ഇവിടെ വേണ്ടത്. നേരത്തെ പറഞ്ഞത് കൗപീന്യമില്ലാത്തവന്റെ ഫോട്ടോ ഹൈലൈറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ കർഷകനാണെന്ന് പറയാൻ പറ്റുമോ? എന്ന് എൻ്റെ മകൻ ഞാൻ കർഷകനായിട്ട് ജീവിക്കാം, എനിക്ക് ഒരു അംബാനിയെ പോലെ കർഷകനാണോ ഒരു ആറ്റിറ്റ്യൂഡ് വരണമെങ്കിൽ അത് ഗവൺമെന്റ് തലത്തിൽ വരണം. അത് ഗവൺമെന്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? കോർപ്പറേറ്റുകളുടെ നിലനിൽപ്പ് നിങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം LIC അല്ലെങ്കിൽ ചിട്ടി ഫണ്ട് ഇവരൊക്കെ നിൽക്കുന്ന ഡീഫോൾട്ടേഴ്സിനെ പിരിഞ്ഞിട്ടാണ്. ബാഡും അതായത് കടം മേടിച്ച തിരിച്ച് സമയത്തിന് കൊടുക്കാത്തതിന്റെ പുറത്ത് ഫൈനും പെനാൽറ്റി അടപ്പിച്ചിട്ടാണ് നിങ്ങൾ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ അവൻ എന്ന് വിജയത്തോട് വന്ന് നിൽക്കുകയും അവൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് മാറി ബോധം ജനങ്ങളുണ്ടായി, നീ എന്നെ ചൂഷണം ചെയ്യരുത്, എൻ്റെ കഴിവിന് എൻ്റെ അധ്വാനത്തിന് എൻ്റെ കാശ് തരണം എന്ന് ചങ്കരപ്പോടുകൂടി ഒരു തൊഴിലാളിക്കോ അല്ലെങ്കിൽ ഒരു കർഷകനോ പറയാൻ പറ്റുമോ? അത് പറയണമെന്നുണ്ടെങ്കിൽ സിവിൽ സൊസൈറ്റി അവരെ ബോധവൽക്കരിക്കുക. അതാണ് സിമ്പിൾ സ്റ്റെപ്പ്. 3 ഒരു സെക്കൻഡ്. ഓക്കെ ഡൺ. ചോദിച്ചു. ഈ സോഷ്യൽ വർക്ക് മേഖലയിൽ കേരളത്തിലും ഇന്ത്യയിലും അപമാനമുള്ള സോഷ്യൽ വർക്കേഴ്സ് അങ്ങേക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? 2 തരത്തിലാണ് നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിനെ കാണുന്നത്. അതായത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവൻ അവൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ചെയ്യണമെന്ന് ഒരു പ്രവണത ഉണ്ടാക്കുകയും എന്നാൽ അവൻ ഈ നേരത്തെ പറഞ്ഞ ചൂഷണം ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുകയാണ്. കാര്യം 952 പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർക്ക് 6000 രൂപയാണ് ശമ്പളം. ഇവിടെ ഒരു വിദേശ അല്ലെങ്കിൽ അന്യരാജ്യ തൊഴിലാളിക്ക് വരെ, അന്യ സംസ്ഥാന തൊഴിലാളിക്ക് വരെ 1000 മുതൽ 1500 രൂപ ദിവസം ശമ്പളം കിട്ടുമ്പോൾ 6000 രൂപയ്ക്ക് അല്ലെങ്കിൽ 15000 രൂപയ്ക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം 24 മണിക്കൂർ നടത്തണമെന്ന് പറഞ്ഞാൽ അവൻ മോഷ്ടിക്കാണ്ട് തരമുണ്ടോ? ഉണ്ടോ? അപ്പൊ അവന്റെ വെൽബീയിങ് ആയിട്ടുള്ള അവരെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടാനുള്ള ശമ്പളം കൊടുക്കുകയും പഞ്ചായത്ത് തലത്തേക്ക് അധികാരങ്ങൾ മാറ്റുകയും കൂടെ വേണം. ഇന്ന് പഞ്ചായത്ത് നമ്മുടെ 9ാം ഷെഡ്യൂളിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇന്നവരെ അതെന്നാ വന്നത് 1994 രാജീവ് ഗാന്ധി വന്നതിന് ശേഷം. അതിന് രാജസ്ഥാനിൽ മാത്രമാണ് 67 മുതൽ പഞ്ചായത്തിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇന്നും ത്രിപുര, ബംഗാള്, കേരള, ഇപ്പൊ DMK തമിഴ്നാട്, ഈ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാനമാണ് പഞ്ചായത്തിന്റെ അധികാരങ്ങൾ കൈയാളുന്നത്. പഞ്ചായത്തിന്റെ 9ാം ഷെഡ്യൂളിനനുസരിച്ച് 43D അനുസരിച്ച് സ്വയംഭരണ അധികാരമുള്ള അതിർത്തി തിരിക്കാൻ പറ്റിയൊരു സാധനമാണ് പഞ്ചായത്ത്. പഞ്ചായത്ത് ഒരു നിയമം പാസാക്കിയാൽ അതിനെ സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും ഷെഡ്യൂൾ 226 അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് വിരോധമായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ കോടതിക്ക് അതിനെ ഡിസ്മിസ് ചെയ്യാം. പക്ഷേ പഞ്ചായത്ത് നിയമം പാസ്സാക്കി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കാര്യം ഇവരെല്ലാം അടിമകളായിട്ട് നടക്കുന്നത്. സംസ്ഥാനം തന്നിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. ഓരോ പഞ്ചായത്തിനും സ്വയം പര്യാപ്തത ഉണ്ടാക്കാം. അവിടുത്തെ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാണ്ട് കൃഷിയിൽ കൂടെ ഇവിടെ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് എത്താം. കൃഷിയിൽ കൂടെ വരികയും വേറെ ചൂഷണം ചെയ്യാതെ വിശാലമായിട്ടുള്ള മനസ്സുണ്ട് എല്ലാവരും നന്നാക്കാൻ. 10 പൈസ ഇല്ലാത്തവനും എന്നാൽ ഇഷ്ടംപോലെ കാശുണ്ടായിട്ട് ചിലവാക്കാൻ മനസ്സിലാത്ത രണ്ടും സാമൂഹ്യ പ്രവർത്തനം അർഹരല്ല. പക്ഷെ അതിൽ അർഹിക്കുന്ന വേദന അവർക്ക് കിട്ടണം. അല്ലാതെ കയ്യിലെ കാശ് കൊടുത്തിട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്നിട്ട് ആരെങ്കിലും വീട് വെച്ചവരുണ്ടോ? ഇന്ന് തറവാട് വല്ലവന്റെ കൂടെ പറിച്ചു വെച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ഈ ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ്. കാര്യം 6000 രൂപ ശമ്പളം കിട്ടും, ഞാൻ എങ്ങനെയാണ് അതിന്റെ കാര്യം ചെയ്തു തരുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് വാങ്ങിയെടുക്കുക.
അതുപോലെ നമ്മുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ നിയമബോധം ഉണ്ടെങ്കിൽ ഇവൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമോ? നമ്മുടെ ശമ്പളം വാങ്ങുന്നവനാണ് അവൻ. ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങി ഇവിടുത്തെ വില്ലേജ് അസിസ്റ്റന്റ് വരെയും പ്രധാനമന്ത്രി തുടങ്ങി വാർഡ് തല മെമ്പർ വരെ നമ്മുടെ നികുതിപ്പട ശമ്പളം വാങ്ങുന്നവരാണ്. അവർ നമ്മളെയാണ് സാർ എന്ന് വിളിക്കുന്നത്, സ്ലേവ് ആയി റിമെയിൻ. അതിന് പകരം നമ്മൾ അവനെയാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരത സിദ്ധാന്തം അനുസരിച്ച് അന്നം, വിദ്യ, വൈദ്യം ഇത് മൂന്നും സൗജന്യമായിട്ട് കൊടുത്തിരുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാൻ ബോധം ഉണ്ടാവുക. നന്ദി, നമസ്കാരം. ഗാന്ധിജിയെ കുറിച്ച് അങ്ങയുടെ ഒരു അവലോകനം എന്താണ്? ഇന്റർനാഷണലായിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ഇന്ത്യയിൽ വികാരപരമായിട്ട് ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരു സത്വബോധമുള്ള ഒരു മനുഷ്യനാണ്. ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നവർക്ക് അത്ര നല്ലൊരു പിക്ചറൊന്നും എനിക്ക് ഗാന്ധിയെ കുറിച്ചില്ല. പക്ഷേ ഗാന്ധി പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കോൺഗ്രസ്സുകാർ ഘടകവിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി സർവൈവ് ചെയ്യുന്നത്. കാര്യം അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു, കോൺഗ്രസ് എന്ന് വെച്ചാൽ നമ്മൾ തടിച്ചു കൂടിയത് നമ്മുടെ വിഷനും സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു, ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് രാജ് കൊണ്ടുവരണം, പിന്നെ പുരോഗമനം ഉണ്ടാവണമെങ്കിൽ നാം ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അത് ചെയ്തു. പിന്നെ ഇന്ന് നമ്മൾ മുതലക്കണ്ണീർ കിട്ടുന്ന ഒരു സാധനമുണ്ട്, ചേരി പ്രദേശം. എന്താണ് ചേരി? ഓരോ രാജ്യത്തിൻ്റെയും പുരോഗതിയോട് അതിന് വരുന്ന ലേബേഴ്സ്, ബോണ്ടഡ് ലേബേഴ്സിനെ ലെഫ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവർ അനാഥരാവുന്നതാണ് ചേരി. പിന്നെ ബത്തേരിയിൽ എയർപോർട്ട് കണ്ടു, അതിൻ്റെ ബാക്കിയാണ് അവിടുത്തെ ചേരി. വേണ്ട, ഇവിടെ നിങ്ങൾ വാത്തുരുത്തി, ഇവിടെ നേവൽ ബേസ് വന്നു, ആ നേവൽ ബേസ് എയർപോർട്ട് പറഞ്ഞിട്ട് ബാക്കി വന്ന് ലെഫ്റ്റ് ഔട്ടാണ് വാത്തുരുത്തി എന്ന് പറഞ്ഞ് ചേരി. ഏതെങ്കിലും ഒരു നഗര വികസനം വരുമ്പോൾ ആ നഗര വികസനത്തോട് അനുബന്ധമായിട്ട് വരുന്ന നരകമാണ് ചേരി എന്ന് പറയുന്നത്. മട്ടാഞ്ചേരി വരുന്ന സ്ലമ്മാണ്, അത് ഇവിടുത്തെ ഗുണ്ടികശാലയുടെയാണ് കാണുന്നത്. അപ്പോൾ അന്ന് സാധാരണക്കാരൻ പാവപ്പെട്ടവൻ. പക്ഷെ ഇപ്പം വന്നപ്പോഴത്തേക്ക് കമ്മ്യൂണലായിട്ട് അവർ മുസ്ലിങ്ങളാണ്, അവർ എന്തുകൊണ്ട് ആ മുസ്ലിങ്ങളെ കൊള്ളരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? കാര്യം അന്ന് പണിയെടുക്കാൻ അങ്ങനെ ഉള്ളായിരുന്നു. മനസ്സിലായി? അപ്പോൾ പണിയെടുത്ത് അവർ പിന്നെ മുണ്ട് മുറിക്ക് കൊടുത്ത് പണിയെടുത്ത് സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ മോശക്കാരാണെന്ന് നമ്മൾ പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ട്. അപ്പൊ എക്കണോമിക്കൽ എംപവർമെന്റ് ശരിക്കും നീതിപൂർവ്വം ചെയ്തിരുന്നെങ്കിൽ ശ്രമം ഉണ്ടാവുമോ? പക്ഷെ എന്തായാലും എന്നെ ഇവർ അറിയപ്പെടുന്നത് ഒരു മുസ്ലിം വിരോധിയായിട്ട്. അതെങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് പ്രത്യേകിച്ച് മാനുഷികതയോട് മാത്രമേ ഉള്ളൂ സ്നേഹം, മതത്തിന് അതീതമായിട്ട്. ബോംബെ റെഡ് സ്ട്രീറ്റ്, അങ്ങനെ മറ്റ് UP അങ്ങനെ പല സ്ഥലങ്ങളിൽ റെഡ് സ്ട്രീറ്റ്, അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അതുകൊണ്ട് അവിടെ ബലാത്സംഗം അതുപോലെയുള്ള പല കാര്യങ്ങളും കുറവ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം കേരളത്തിലാണെങ്കിൽ ബംഗാളികൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് താമസിക്കുക, ഇവിടെ അവർക്ക് അതിനുള്ള ഒരു അവസരം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈംഗിക അതിനൊരു സാധ്യത കൂടുതലുണ്ടോ സാറിന്? അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സാറിന്റെ ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞത് ലൈംഗിക ദാരിദ്ര്യമുള്ളത് ബംഗാളികളാണെന്ന് തെറ്റായിപ്പോയി. മലയാളികളാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവനും പൊങ്ങച്ചം പറയുന്നവനും. ഈ പോക്സോ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിയായിരിക്കുന്ന മലയാളികളാണ് ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ. ആയുർവേദ വിധിപ്രകാരം ഈറ്റിംഗ്, മേറ്റിംഗ്, സ്ലീപ്പിംഗ്, EMS, സുഖഭോഗം, സുഖഭക്ഷണം, സുഖനിദ്ര, ഇത് മാനസിക ബയോളജിക്കൽ നീഡാണ്. ലൈസൻസിന് വേശ്യാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ആ തൊഴിൽ അന്തസ്സാവും, പിന്നെ അവരുടെ ആരോഗ്യ പരിപാലനമാവും. അപ്പം നിങ്ങൾ എവിടെങ്കിലും പോയി കുത്തിയിട്ട് ഊതി വിൽപ്പിച്ചെന്ന് ആരും അറിയാണ്ട് നിങ്ങൾക്ക് മാറാരോഗങ്ങളൊന്നും മരിക്കണ്ട. അപ്പം ലീഗലായിട്ട് അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു തൊഴിലുമായി അവരുടെ പുറത്ത് ആരും കുതിര കയറാതെ നിയമസംരക്ഷണം കിട്ടും. അനിവാര്യമാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നിയമപരമായ വേശ്യാലയങ്ങൾ. ലീഗലൈസ്ഡ് ടൂറിസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ എന്ന് വേണം നോക്കാൻ. അതായത് വരുന്നതിന് കംഫർട്ട് ഉണ്ടാവുകയാണ് അവിടെ. അപ്പൊ അവന്റെ ബയോളജിക്കലായിട്ട് നമ്മുടെ ഒരു 70,000 നാടി തരുമ്പോൾ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി ഭോഗം മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയമായിട്ട് അതുണ്ടെങ്കിൽ തന്നെ ഇത്രയും നമ്മൾ പിരിമുറുക്കത്തിന് പോവില്ല, നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. ധ്യാനവും മെഡിറ്റേഷനും ഇതെല്ലാം കണക്റ്റഡാണ്. ഭോഗം പോലെ തന്നെ മനുഷ്യന് ആവശ്യമുള്ളതാണ്. അപ്പം ന്യൂറോൺസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കഞ്ചാവോ ഓപ്പിയോ ചേർന്ന ഔഷധങ്ങളും നല്ല പക്വമുള്ള വേശ്യാലയങ്ങളും
ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ആ സൊസൈറ്റി സിവിലൈസ്ഡ് ആയി. അവിടെ ആർക്കും അടികൂടാനുള്ള സമയം കിട്ടില്ല. അത് ചെയ്യണം. അഡ്രസ്സും ഫോൺ നമ്പറും തരാം. തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുന്നതിന് വേണ്ടി എൻ്റെ ഫോൺ നമ്പർ 8288113590. ചെയർമാൻ നൈസ് ആക്ഷൻ കൗൺസിൽ, www.niceactioncouncil.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ട്രസ്റ്റിൽ കയറാൻ പറ്റും. അതിൽ നിന്ന് മറ്റ് വിവരങ്ങൾ അറിയാം. സെൻട്രൽ ഓഫീസ് പാലമായി തന്നെയാണ്. ഇവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഓഫീസ്. നിങ്ങൾക്ക് ഇരിക്കുന്നത് നമ്മുടെ ഓഫീസ്.